നമ്മളിന്ന് ചിന്തിക്കുന്നത് ദൈവപുത്രനും ലോകമകനും എന്നുള്ളതിനെ കുറിച്ചാണ്. ലോകം വേറെ, ദൈവരാജ്യം വേറെ. ലോകത്തിലുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രോസസ്സിംഗ് ആണ് ഇന്ന് ദൈവവേലയായി ഈ ഭൂമിയിൽ നടക്കേണ്ടത്. ഹല്ലേലൂയ. ലോകമക്കളായിരിക്കുന്നവർ, പിശാചിൻ്റെ അടിമത്തത്തിലിരിക്കുന്നവർ, അവർ ദൈവരാജ്യത്തിനുള്ളിൽ പ്രവേശിച്ച് ദൈവരാജ്യത്തിൻ്റെതായി ദൈവത്തിന് സ്വന്തമായി മാറേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് ഭൂമിയിൽ നടക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ ലോകമക്കളാണോ ദൈവമക്കളാണോ? ആരൊക്കെ ദൈവമക്കളായിട്ട് ഇവിടെ ഉണ്ട്? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമക്കളല്ല, ദൈവമക്കൾ. ചില വചനങ്ങൾ കൂടെ നമുക്ക് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ரோமர் 12:2. நீங்கள் இந்த பிரபஞ்சத்திற்கு ஒத்த வேஷம் தெரியாமல் தேவனுடைய நன்மையும் பிரியமும் பரிபூர்ணமுமான சித்தம் இன்னதென்று பகுத்தறியத்தக்கதாக உங்கள் மனம் പുതിയതാകുന്നതിനാലേ മറുരൂപമാകുங்கள். ഇവിടെ പറയുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ഉള്ളിൽ ഇറങ്ങുവാൻ തക്കവണ്ണം ഒരു ശ്രദ്ധയും ഒരുക്കവും വേണം. സ്തുതിയോടെ, സ്തോത്രത്തോടുകൂടെ ആ വചനങ്ങൾ ഏറ്റെടുക്കുക. വെറുതെ ഇരുന്നാൽ പോരാ. ആ വചനം, അതിൻ്റെ വെളിച്ചം ഉള്ളിൽ ഇറങ്ങണം. ആ വെളിച്ചം ഉള്ളിൽ പ്രകാശിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എല്ലാവരും പറഞ്ഞേ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സിനൊരു പുതുക്കമുണ്ടാകണം. ഓരോ കൂട്ടായ്മയിലും വചനങ്ങൾ ധ്യാനിക്കുമ്പോഴും മനസ്സിന് ഒരു റിന്യൂവൽ, ഒരു പുതുക്കം ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. ആ പുതുക്കം എന്തിനുള്ളതാണ്? അതൊരു ദൈവപുത്രനായി മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പുതുക്കമാണ്. ഒരു ദൈവപുത്രൻ്റെ മനസ്സ് ലോകമനുഷ്യൻ്റെ മനസ്സ് പോലിരിക്കില്ല. ഒരു ദൈവപുത്രൻ്റെ മനസ്സിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും ഒരു ലോകമനുഷ്യനേക്കാൾ. ലോകമനുഷ്യൻ്റെ ചിന്തകൾ പോലെ ആയിരിക്കില്ല ദൈവപുത്രൻ്റെ ചിന്ത. ലോകമനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പോലെ ആയിരിക്കില്ല ഒരു ദൈവമനുഷ്യൻ്റെ ആഗ്രഹം. കർത്താവ് തൻ്റെ മക്കളെ ദൈവപുത്രന്മാരായി രൂപാന്തരപ്പെടുത്തുന്നു. വചനത്താലും കൂട്ടായ്മയാലും കർത്താവ് തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ഒരു ദൈവസഭയെ കർത്താവ് തൻ്റെ വചനമയച്ച് പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ കണക്കിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പരിവർത്തിക്കുവാൻ കണക്കിന്, ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് പ്രവർത്തിക്കുവാൻ കണക്കിന് അനുയോജ്യമായ രീതിയിൽ ഓരോ ദൈവമക്കളെയും കർത്താവ് വചനത്താൽ ശുദ്ധീകരിക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു, പണിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന വചനം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായില്ല എങ്കിലും നിങ്ങളത് വീണ്ടും വീണ്ടും കേട്ട് അതിനെ മനസ്സിലാക്കിയെടുക്കണം. സ്കൂളിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് ക്ലാസ്സിലിരുന്ന് മനസ്സിലായില്ല എങ്കിൽ സ്പെഷ്യൽ ട്യൂഷന് പോയി പഠിക്കും, അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഒറ്റയടിക്ക് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു കൊള്ളണം. പാസ്റ്റർ ആ പറഞ്ഞത് എന്താണ്, ആ വാക്ക് ഉപയോഗിച്ചത് എന്താണ് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു കൊള്ളണം. അല്ലെങ്കിൽ ആ യൂട്യൂബിൽ വീണ്ടും വീണ്ടും കേട്ടാൽ മനസ്സിലാകുമെങ്കിൽ വീണ്ടും വീണ്ടും അത് കേട്ട് മനസ്സിലാക്കിയെടുക്കണം. കാരണം ഈ തിരുവചന സത്യങ്ങൾ ദൈവമക്കളുടെ ഉള്ളിലിറങ്ങണം. തിരുവചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ഈ വചനത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണ്? ലോകത്തിന് ഒത്തവണ്ണം ആകരുത്. ലോകത്തിന് ഉചിതമായ രീതിയിൽ നിങ്ങൾ ഇരിക്കരുത്. തമിഴിൽ പറയുമ്പോൾ പ്രപഞ്ചത്തിற்கு ഒത്ത വേഷം തരിയാമൽ. ലോകത്തിൻ്റെ വേഷത്തിനൊത്തൊരു വേഷമല്ല ഒരു ദൈവ പൈതലിന് ഉണ്ടാകേണ്ടത്. ലോകത്തെ കണ്ടു പഠിക്കരുത്. തൻ്റെ മക്കൾക്ക് എങ്ങനെ വേണമെന്നും അവരുടെ രീതികൾ എങ്ങനെ വേണമെന്നും തിരുവചനം അവർക്കൊരു വെളിച്ചത്തെ തരുന്നുണ്ട്. അതാണ് ഒരു ദൈവ പൈതൽ പറയുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ദൈവ പൈതൽ തന്നെ ചിട്ടപ്പെടുത്തിയാൽ അവൻ ദൈവപുത്രനായി രൂപാന്തരപ്പെട്ടു വരും.
അവനൊരു ദൈവപുത്രനായി വെളിപ്പെടും. റോമർക്കെതിരെ 8-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. റോമർ 8:19. അതെ, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള മരങ്ങൾ, ജീവജാലങ്ങൾ എല്ലാം ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിങ്ങളിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെടണമെന്ന് അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ അടുക്കലുള്ള നദികൾ കാത്തിരിക്കുന്നു, കടൽ കാത്തിരിക്കുന്നു, പറവകൾ കാത്തിരിക്കുന്നു, ഭൂമി കാത്തിരിക്കുന്നു, അന്തരീക്ഷം കാത്തിരിക്കുന്നു. നിങ്ങളൊരു ദൈവപുത്രനായി വെളിപ്പെടണമെന്ന്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം സൃഷ്ടികൾക്കറിയാം, അവരുടെ മേൽ വാഴ്ച നടത്തുവാൻ ദൈവം സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലുമുള്ള ദൈവപുത്രന്മാരെയാണ്. ആ ദൈവപുത്രന്മാർ അവർ വീണുപോയതുകൊണ്ട് ആ വാഴ്ച ദുഷ്ടലോകം ഏറ്റെടുത്തു. വീണുപോയ ദൂതന്മാർ ഏറ്റെടുത്തു. വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ, ദുഷ്ടാത്മസേനകൾ ആ വാഴ്ചയെ ഏറ്റെടുത്തു. എന്നാൽ ആ വാഴ്ച മാറി, ആ ഭൂമിയിലെ ആ ഭരണം മാറി, ആ ദുഷ്ടന്റെ അധീനത മാറി, ആ ദുഷ്ടന്റെ അവകാശങ്ങൾ മാറി. ഈ ഭൂമിയിൽ ആമേൻ ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും വരുന്ന നിലയിൽ ദൈവപുത്രന്മാർ വാഴ്ച നടത്തുന്ന, ദൈവസഭ വാഴ്ച നടത്തുന്ന ഒരു അന്തരീക്ഷം വരണമെന്ന് സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഭൂമിയിൽ ഒരു വലിയ മാറ്റം വരാനുണ്ട്. ശപിക്കപ്പെട്ട ഭൂമി അല്ല, അലങ്കോലമായി കിടക്കുന്ന അന്തരീക്ഷമല്ല, ഒരു സ്വർഗീയമായിട്ടുള്ളൊരു ചിട്ട ഈ ഭൂമിയിൽ വെളിപ്പെടുവാനുണ്ട്. ദൈവം സൃഷ്ടിച്ച ഭൂമി മഹത്വം നിറഞ്ഞതാണ്. എന്നാൽ ആ മഹത്വം ഈ ഭൂമിയിൽ നിന്നും പോയി അത് ഹൈഡായി കിടക്കുകയാണ്. എന്നാൽ സർവ്വ സൃഷ്ടികളും ദൈവപുത്രൻ എപ്പോൾ വെളിപ്പെടുമെന്ന് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഭരണം നടത്തുന്ന, ഇപ്പോൾ വാഴ്ച നടത്തുന്ന ദുഷ്ടലോകം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയല്ല, ചില സ്പിരിറ്റുകളെയാണ്, ചില ദുഷ്ട ആത്മാക്കളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ദുഷ്ടലോകം അതിനെ ദൈവസഭ ജയിക്കും. സത്യവചനത്താലും കുഞ്ഞാടിൻ്റെ രക്തത്താലും ദൈവസഭ ദുഷ്ട അധികാരങ്ങളെ, ദുഷ്ടവാഴ്ചകളെ ജയിക്കും. നിങ്ങൾ ജയിക്കോ? ജയിക്കില്ലേ? ആ വചനത്തിൽ നിന്നാൽ ജയിക്കും. കുഞ്ഞാടിൻ്റെ രക്തത്താൽ ജയിക്കാം, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ജയിക്കാം, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ജയിക്കാം. ഹല്ലേലൂയ. കർത്താവാണ് സഭയെ പണിയുന്നത്. കർത്താവ് സഭയെ പണിയുന്നതിനൊരു ദൗത്യമുണ്ട്. നോക്കിക്കേ, ഇപ്പോൾ ഭരണം പോയി പ്രതിപക്ഷത്താണ്. ആര്? ഭൂമിയിൽ ദൈവസഭ പ്രതിപക്ഷത്താണ്. എന്നാൽ ഭൂമിയിൽ ദൈവസഭ ഭരണകക്ഷിയിൽ വരണം. ആ സമയത്ത് പ്രതിപക്ഷം കാണില്ല, ദുഷ്ട അധികാരങ്ങൾ കാണില്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ കാണില്ല. ചുരുക്കം ചില വർഷത്തേക്ക് മാത്രം അത് കാണും. ചില കാലത്തേക്ക് മാത്രം സാത്താനെ കർത്താവ് അഴിച്ചുവിടും. എന്നാൽ ദൈവത്തിൻ്റെ സഭ വാഴ്ച നടത്തുമ്പോൾ ദുഷ്ടനായ സാത്താന് ആ ദൈവസഭയെ, ദൈവജനത്തെ തൊടാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ അല്പം ഇങ്ങനെ പറയാം, ശത്രുവിന് തൊടാൻ പറ്റുന്ന ദൈവസഭയുമുണ്ട്, ശത്രുവിന് തൊടാൻ പറ്റാത്ത ദൈവസഭയുമുണ്ട്. മഹത്വം കുറഞ്ഞിരിക്കുന്ന ദൈവസഭയെ ശത്രുവിന് തൊടാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റും, തകർക്കാൻ പറ്റും, അടിക്കാൻ പറ്റും, ഇടിക്കാൻ പറ്റും, പലതും ചെയ്യാൻ പറ്റും. പക്ഷേ മഹത്വം വർദ്ധിച്ചിരിക്കുന്ന ദൈവസഭയെ സാത്താന് തൊടാൻ പറ്റില്ല, അതിനോട് അടുക്കാനും പറ്റില്ല. ഏലിയാവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഏലിയാവിൻ്റെ കാലഘട്ടത്തിലുള്ള അനേക പ്രവാചകന്മാരെ കൊല്ലുവാൻ പറ്റി. തേജസ് വർദ്ധിച്ചാൽ ഓരോ അധികാരങ്ങൾക്കും ദൈവപുത്രനായി വെളിപ്പെടുന്ന ദൈവ പൈതലിനെ തൊടാൻ പറ്റില്ല. തേജസ് വർദ്ധിക്കണം, ദൈവ സാന്നിധ്യം വർദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനം തേജസ്സിൽ എഴുന്നേൽക്കണം, അഭിഷേകത്തിൽ എഴുന്നേൽക്കണം, ദൈവശക്തിയിൽ എഴുന്നേൽക്കണം. ബുദ്ധിയിലല്ല, മസിൽ പവറിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ, അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ദൈവത്തിൻ്റെ സഭ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനോട് തുല്യമായ റോമർ 12:2 തുല്യമായ മറ്റൊരു വചനവും കൂടെ നമുക്ക് നോക്കാം.
റോമർ 8:29. 8:29. ഈ വചനം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? തൻ്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും. തമിഴിൽ സായലിൽ, അല്ലേ? തമിഴിൽ എന്താ? ദേവൻ തമ്മുടയ സായൽ. സായൽ ആരുടെ സായൽ? ദേവനുடைய സായൽ. ആ ഒരു സായൽ ദൈവമക്കൾക്ക് ഉണ്ടായിരുന്നു, ദൈവം സൃഷ്ടിച്ച മനുഷ്യർക്കുണ്ടായിരുന്നു. ആ സ്വരൂപം, ദൈവത്തിൻ്റെ ഇമേജ് മനുഷ്യൻ്റെ മേൽ ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ അത് അവന് നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ ലംഘിക്കുമ്പോൾ, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, ദൈവിക കാര്യങ്ങളോട് നിസ്സാരത്വം കാണിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന പലതും നഷ്ടപ്പെടും. എത്ര പേർക്ക് മനസ്സിലായി? കർത്താവിൽ നിന്നും അനേക നന്മകൾ നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്. ഉണ്ടോ? ആരൊക്കെ പ്രാപിച്ചിട്ടുണ്ട്? ഉണ്ട്. അനേക നന്മകൾ പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് നമ്മെ നടത്തുന്ന വഴികളിൽ തന്നെ നടന്നാൽ അത് നഷ്ടപ്പെടില്ല, ഇനിയും അധികം നേടുവാൻ പറ്റും. ഹല്ലേലൂയ. എന്നാൽ ആ വഴികളിൽ നിന്ന് മാറി ലോകത്തിൻ്റെ വഴിയിലോട്ട് പോയി കഴിഞ്ഞാൽ കർത്താവ് തന്നതിനെ കർത്താവ് എടുത്തേക്കും. ചിലത് എടുത്തേക്കും, ചിലത് നഷ്ടപ്പെടും. ചിലതിനെ എടുക്കും, ചിലത് നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ പറയുകയാണ് അവൻ ആര്? യേശുവിനെ കുറിച്ചായി വചനം പറയുന്നേ. യേശു ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ച്. അപ്പോൾ ധാരാളം പേരെ ദൈവത്തിന് നേരത്തെ അറിയാം, അവരുടെ കപ്പാസിറ്റി അറിയാം, അവർക്കൊരു ദൈവപുത്രനായി വരാൻ പറ്റുമെന്ന് ദൈവത്തിന് അറിയാം. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം ചിലരെ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. മുന്നറിഞ്ഞവരെ എന്ത് ചെയ്യുന്നു? തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് യേശു ദൈവപുത്രനായി ഭൂമിയിൽ വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ദൈവം തന്നെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയായി പ്രവേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സൃഷ്ടിയായി പ്രവേശിച്ച ദൈവം അവൻ നമ്മെ എങ്ങനെ ആക്കുവാൻ വന്നോ ആ അവസ്ഥയുടെ ആദ്യജാതനാണ്, അല്ലെങ്കിൽ മൂത്ത സഹോദരനാണ്. ഹല്ലേലൂയ. ആ മൂത്ത സഹോദരൻ്റെ മേൽ പിശാചിന് കാര്യമില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, കർത്താവ് പറയുകയാണ് അവന് എന്നോട് ഒരു കാര്യവുമില്ല. കർത്താവ് സൃഷ്ടിച്ച മനുഷ്യർ അവർ ലോകത്തിൻ്റെ പ്രഭുവിന് കാര്യമുള്ളവരായി മാറി. ഇവരുടെ മേൽ പിശാചിന് അധികാരമുണ്ടായി, അവകാശമുണ്ടായി. കാരണം സ്വരൂപം നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു, സായൽ പോയി. എന്നാൽ സ്വരൂപമുള്ള സാദൃശ്യമുള്ള ദൈവപുത്രനായി യേശു മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്നു. യേശുവിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ സ്വന്തം രൂപമുണ്ട്, ദൈവത്തിൻ്റെ സാദൃശ്യമുണ്ട്. അങ്ങനെയായിരുന്നു മറ്റെല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ മറ്റു മനുഷ്യർ അത് നഷ്ടപ്പെടുത്തി. എന്നാൽ ഈ ദൈവപുത്രൻ അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഈ ദൈവപുത്രൻ, യേശു എന്ന ദൈവപുത്രനിൽ ദൈവത്തിൻ്റെ സ്വന്തം രൂപവുമുണ്ട്, സ്വന്തം സാദൃശ്യവുമുണ്ട്. എന്നാൽ ആ ദൈവപുത്രൻ മറ്റ് നഷ്ടപ്പെട്ടു പോയ, തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ അവരെയും വീണ്ടും ദൈവപുത്രന്മാരാക്കി മാറ്റുവാനാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ മൂത്ത സഹോദരൻ, ആ സൃഷ്ടിയിൽ ആദിജാതൻ എന്നുള്ള പൊസിഷനിൽ നിൽക്കുന്ന യേശു നമ്മയും ആ പൊസിഷനിലേക്ക് കരം പിടിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തേജസ്സിലേക്ക് ആ മൂത്ത സഹോദരൻ, തേജസ്സുള്ള മൂത്ത സഹോദരൻ, ദൈവത്തിൻ്റെ സ്വന്തം രൂപമുള്ള മൂത്ത സഹോദരനായ യേശു, ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള മൂത്ത സഹോദരനായ യേശു നമ്മെ കരം പിടിച്ച് വഴി നടത്തി കൊണ്ടുപോവുകയാണ്. മാത്രമല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവാം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു,
പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തിപ്പ് തിരുവെഴുത്തിനൊത്തവണ്ണമുള്ളതായിരിക്കും. കർത്താവ് പറഞ്ഞതിനെ എടുത്തു പറയും, കർത്താവ് പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കും. തിരുവചനത്തിൻ പ്രകാരം പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. മൂത്ത സഹോദരൻ നമ്മെ പരിശുദ്ധാത്മാവിനാൽ തേജസ്സിലേക്ക്, പുത്രത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്വരൂപം പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ സാദൃശ്യം പ്രാപിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു തരുവാൻ കർത്താവ് നമ്മെ വഴി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കൊക്കെ മനസ്സിലായില്ല, ഞാനത് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കൈയുയർത്തിക്ക്. വീണ്ടും ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയ തേജസ്സിനെ തിരികെ തരുവാൻ തേജസ്സുള്ള ദൈവപുത്രനായി, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമുള്ള ദൈവപുത്രനായി, സൃഷ്ടികളിൽ ആദിജാതനായി യേശു ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ യേശുവിലൂടെ, ത്രൂ ദാറ്റ് ജീസസ്, ആ യേശുവിലൂടെ തേജസ് നഷ്ടപ്പെട്ടവർക്ക്, സ്വരൂപം നഷ്ടപ്പെട്ടവർക്ക്, സാദൃശ്യം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ ലഭിക്കുവാൻ ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന്, ഇനി ശ്രദ്ധിക്ക്, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. വീണ്ടും ഞാൻ അത് പറയാം. അവൻ്റെ, ആരുടെ? ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, അതുപോലെയാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സിമ്പിളാണ്. യേശുവിൽ ദൈവത്തിൻ്റെ സ്വരൂപമുണ്ട്. യേശു എന്ന മനുഷ്യനായി വന്ന യേശുവിൽ ദൈവത്തിൻ്റെ സ്വരൂപമുണ്ട്, ദൈവത്തിൻ്റെ സാദൃശ്യമുണ്ട്. വീണുപോയ മനുഷ്യരെയും അതിലേക്ക് കർത്താവ് തിരികെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം, രക്ഷ സ്വന്തമാക്കിയ ദൈവത്തിൻ്റെ ജനം ദൈവപുത്രൻ്റെ ക്വാളിറ്റീസിലേക്ക് വരുവാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അതിന് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കണം. അതിനാണ് സഭയെ കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സഭ ഒരു വ്യക്തിയെ തേജസ്സിലേക്ക്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക്, വീഴ്ചയിൽ നിന്നും അവനെ പഴയ പദവിയിലേക്ക് കൊണ്ടുവരുവാൻ സഭ അവനെ സഹായിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. ആ ദൈവത്തിൻ്റെ നടത്തിപ്പിൽ വരുന്ന സഭയ്ക്ക്, അതിൻ്റെ മേൽ പാതാള ഗോപുരത്തിന്, പിശാചിന് അധികാരവും അവകാശവും ഇല്ല. അല്പം കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ദൈവമക്കളുടെ മേൽ പിശാചിന് അധികാരമോ അവകാശമോ ഇല്ല. ഹല്ലേലൂയ. ബുദ്ധിയിൽ ജീവിതം ചിട്ടപ്പെടുത്തുന്നവരുടെ മേൽ പിശാചിന് അവകാശമുണ്ടാകാം. മസിൽ പവറിൽ ജീവിതം ചിട്ടപ്പെടുത്തുന്നവരുടെ മേൽ പിശാചിന് അവകാശമുണ്ടാകാം. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരുടെ മേൽ പിശാചിന് അവകാശമുണ്ടാകാം. ഇമോഷണലി, സെന്റിമെന്റലി ആ കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡായി ജീവിക്കുന്നവർക്ക് അവരുടെ മേൽ പിശാചിന് അധികാരവും അവകാശവും ഉണ്ടാകാം. എന്നാൽ വചനത്താൽ സ്വാധീനിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവമക്കളുടെ മേൽ പിശാചിന് അധികാരവുമില്ല, അവകാശവുമില്ല. അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. സാത്താന് ദൈവമക്കളെ തൊടാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ലേ? പറ്റുമോ? പറ്റില്ലേ? പറ്റില്ല. കറക്റ്റ് അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. യേശു കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസിന് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം കൊടുത്തു. എല്ലാ അപ്പോസ്തലന്മാർക്കും അധികാരം കൊടുത്തു. അതിലൊരുത്തൻ സാത്താനാണെന്ന് പറഞ്ഞ യൂദയ്ക്ക് പോലും കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം കൊടുത്തു. ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും സകലവിധ വ്യാധികളുടെ മേലും കർത്താവ് അധികാരം കൊടുത്തു. അല്ലേ? കൊടുത്തില്ലേ? കൊടുത്തു. എന്നിട്ട് ആ അധികാരം കിട്ടിയ പത്രോസിനെ നോക്കി കർത്താവ് പറയുകയാണ്, ശിമോനെ,
സാത്താൻ നിന്നെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാനോ അതിന് അനുവദിച്ചില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്ന ഭൂതങ്ങൾ, അതിനെ പുറത്താക്കാനുള്ള അധികാരവും അവകാശവും ദൈവം കൊടുത്തിട്ടുണ്ട്. പുറത്താക്കുവാൻ. എന്തിന്? പുറത്താക്കുവാൻ. ഭൂതം ഉള്ളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പുറത്താക്കണം. പുറത്താക്കണോ വേണ്ടേ? ആക്കണം. എപ്പോ ആക്കണം? അവരിലൊരു മാനസാന്തരമുണ്ടെങ്കിൽ, അവർ കർത്താവിൻ്റെ വചനത്തോട് സ്നേഹം കാണിച്ചാൽ, കർത്താവിൻ്റെ കാര്യങ്ങളോട് താല്പര്യം കാണിച്ചാൽ അതിനെ പുറത്താക്കാം. വഴിയെ ഒരു ഭൂതബാധനിരിക്കുകയാണ്, ആ ഭൂതത്തെ പുറത്താക്കാൻ പോരുത്, അടി കിട്ടും. എവിടെ നിന്ന് അടി കിട്ടും? പൗലോസും ശീലാസും നടന്നു പോവുകയാണ്. വെളിച്ചപ്പാട് ബാധിച്ച ഒരു ഭൂതബാധിതയായ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു, ഇതാ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിച്ചു പറയുന്നു. വിളിച്ചു പറയുന്ന ആരാണ്? ഭൂതം. ഭൂതം ബാധിച്ച സ്ത്രീ വിളിച്ചു പറയുകയാണ്. എന്ത് വിളിച്ചു പറയുന്നു? ഇതാ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാർ, ദാസന്മാർ എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഈ വിളിച്ചു പറയുന്ന കാര്യം നല്ല കാര്യമാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് ഏത് ആത്മാവിലാണ്? ഭൂതാത്മാവിലാണ് പറഞ്ഞത്. ആ സ്ത്രീ സഭയ്ക്കുള്ളിലുള്ള സ്ത്രീയാണോ? അല്ല. മാനസാന്തരപ്പെട്ട സ്ത്രീയാണോ? അല്ല. കർത്താവിനെ സ്വീകരിച്ച സ്ത്രീയാണോ? അല്ല. സുവിശേഷം സ്വീകരിച്ച സ്ത്രീയാണോ? അല്ല. ദൈവത്തോട് ഒരു തരത്തിലുള്ള സമർപ്പണവും വരാത്തൊരു സ്ത്രീ വഴിയിലിരുന്ന് വിളിച്ചു പറഞ്ഞു. പല നാൾ ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ ഒരു നാൾ പൗലോസിന് ഇറിറ്റേഷൻ തോന്നിയിട്ട് ആ ഭൂതത്തെ പുറത്താക്കി, ശാസിച്ചു പുറത്താക്കി. എന്ത് സംഭവിച്ചു? പട്ടണം ഇളകി. എന്ത് സംഭവിച്ചു? പട്ടണം ഇളകി. പൗലോസ് അനേക ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, അപ്പോഴൊന്നും പട്ടണം ഇളകിയില്ല. ഈ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ പട്ടണം ഇളകി. എന്തുകൊണ്ട് പട്ടണം ഇളകി? അത് പൗലോസിൻ്റെ ജുറിസ്ഡിക്ഷനിൽ പെട്ടൊരു കാര്യമല്ല പൗലോസ് ചെയ്യാൻ പോയത്. പൗലോസിൻ്റെ അധികാര പരിധിയിൽ പെട്ട ഒരു കാര്യമല്ല പൗലോസ് ചെയ്യാൻ പോകുന്നത്. വഴിയിലിരുന്ന, രക്ഷിക്കപ്പെടാത്ത, കർത്താവിനെ തേടി വരാത്ത, വിശ്വസിക്കാത്ത, സമർപ്പിക്കാത്ത, സമർപ്പണമില്ലാത്ത ഒരുവൻ്റെ ദേഹത്തു നിന്നും ഭൂതത്തെ പുറത്താക്കാൻ പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായത്. വിശ്വസിച്ച് സമർപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന ഒരു ദൈവപൈതലിൽ നിന്നും ഭൂതത്തെ പുറത്താക്കുമ്പോൾ പട്ടണം ഇളകാൻ പറ്റില്ല. ദൂതന്മാർ അതിനെ തടഞ്ഞു നിർത്തും. ദൂതന്മാരുടെ കസ്റ്റോഡിയൻഷിപ്പ് അവിടെ ഉണ്ടാകും. ഒന്നിനും ചലിക്കാൻ പറ്റില്ല. സ്പിരിറ്റ് വേൾഡിൽ, ആത്മലോകത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും അതിന് ചില റൂൾസ് ഉണ്ട്. സാത്താന്യ ലോകത്തിനും എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിന് അതിനൊരു ലിമിറ്റുണ്ട്. അതിനും അതിൻ്റെതായ അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ, ഈ പറയുന്ന ലോകങ്ങളിൽ ദൈവത്തിൻ്റെ സഭ എങ്ങനെ ഡിഫക്റ്റ് ഇല്ലാതെ, കേടുപാടുകളില്ലാതെ, സേഫായി ഈ പൊസിഷനെ തിരിച്ചെടുക്കാം, ആ നഷ്ടപ്പെട്ടു പോയ പദവിയെ തിരിച്ചെടുക്കാം എന്നുള്ളതിലാണ് തിരുവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. വഴിയെ കാണുന്ന പിശാചിനോട് യുദ്ധത്തിന് പോകരുത്. റോഡരികിലിരിക്കുന്ന പിശാചിനോട് യുദ്ധത്തിന് പോകരുത്. സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ലൈഫിൽ, സ്വന്തം ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിറയ്ക്കുവാനാണ് ദൈവമക്കൾ ശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ. നാട്ടിലുള്ള പിശാചിനോടെല്ലാം യുദ്ധത്തിന് പോകണ്ട. വഴിയരികിലിരിക്കുന്ന സാത്താനോടെല്ലാം യുദ്ധത്തിന് പോകേണ്ടതില്ല. അതവിടെ ഇരുന്നോട്ടെ, അത് അതിൻ്റെ ജുറിസ്ഡിക്ഷനാണ്. എന്നാൽ ദൈവപൈതൻ്റെ ഉള്ളിൽ ആ ദൈവ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ നാട്ടിൽ പോലും ദേശത്തിൽ പോലും സാത്താന്യ ശക്തികൾക്ക് ഇരിക്കാൻ കഴിയാത്തൊരു ലെവലിലേക്ക് ദൈവമക്കൾക്ക് വളർന്നു വരുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഉയരുമ്പോൾ, സ്തുതി ഉയരുമ്പോൾ ദൈവ സാന്നിധ്യം വർദ്ധിക്കും. ദൈവ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ വലിയ ദൈവത്തിൻ്റെ മഹത്വം ദേശത്തിൽ വെളിപ്പെടും. ദേശത്തിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആരാധിക്കുന്ന ദൈവജനം ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവരും. ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനം പിശാചിൻ്റെ രാജ്യത്തെ തകർക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ഹല്ലേലൂയ. നിങ്ങൾ സ്തുതിക്കുവാൻ സമയങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുവാൻ സമയങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വേലക്കാരാണ്. ദൈവരാജ്യത്തിൻ്റെ വേലക്കാർ അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി കൃത്യമായി ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിൽ വലിയ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാകും, വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. അത് ദൈവത്തിൻ്റെ സഭയ്ക്ക് ദേശത്തിൽ കാണുവാൻ പറ്റും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും?
യേശു ഉങ്ങളെ നേസിക്கிறாർ, യേശു ഉങ്ങളെ വിടുവിக்கிறாർ, യേശു ഉങ്ങളെ തൊടുகிறாർ എന്ന് എപ്പോഴും പറഞ്ഞു നിൽക്കാനല്ല, എങ്കിൽ അത് ചർച്ചിൽ ശരിയാകില്ല. ഒരു ആത്മീക വളർച്ച ഉണ്ടാകണമെങ്കിൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടി വരും. അത് തൊഴുത്തിന് പുറത്തുള്ളവരോട് പറയേണ്ട വചനം, തൊഴുത്തിനകത്തുള്ള മക്കളോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു തൊടുന്നു, യേശു സൗഖ്യമാക്കുന്നു എന്നുള്ളത് ആരോട് പറയേണ്ടതാണ്? തൊഴുത്തിന് പുറത്തുള്ളവരോട്. ആ പുറത്തുള്ള ആടുകളെ തൊഴുത്തിനകത്ത് കൊണ്ടുവരുവാൻ പറയുന്നതാണ് സുവിശേഷം. എന്നാൽ ഇതറിഞ്ഞ് അകത്ത് വന്ന ദൈവത്തിൻ്റെ മക്കൾ വീണ്ടും പുറത്ത് പറയുന്ന വചനത്തിൻ്റെ പിന്നാലെ ഓടരുത്. അകത്ത് വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ ദൈവജനത്തിന് ഗ്രഹിക്കാനുണ്ട്. അവർ രൂപാന്തരം പ്രാപിക്കുവാൻ, പണിയപ്പെടുവാൻ, വിശുദ്ധിയിലേക്ക് വരുവാൻ, ആത്മാവിൽ വളരുവാൻ, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ആഴമേറിയ തിരുവചന സത്യങ്ങളെ ദൈവത്തിൻ്റെ മക്കൾ ഗ്രഹിക്കുവാനുണ്ട്. എത്ര പേർക്ക് ആ വ്യത്യാസം മനസ്സിലായി? ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും പറയാം, സുവിശേഷം പറയാം. ആരോട് പറയാം? തൊഴുത്തിന് പുറത്തുള്ള ലോകസ്നേഹത്തിൽ കിടക്കുന്ന, പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ലോക മക്കളോട് നിങ്ങൾക്കും പോയി പറയാം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും സൗഖ്യമാക്കുന്നു, യേശു ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ജീസസ് ടു ദം. യേശുവിനെ നിങ്ങൾക്ക് അവരോട് പരിചയപ്പെടുത്താം, യേശുവിനെ നിങ്ങൾക്ക് അവരുടെ മുന്നിൽ ഉയർത്തിപ്പിടിക്കാം. നിങ്ങളത് ചെയ്യണം. നിങ്ങളുടെ ബന്ധുക്കളോട്, നിങ്ങളുടെ അയൽവാസികളോട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ കൂട്ടുകാരോട് കർത്താവിൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുക. തൊഴുത്തിനുള്ളിലുള്ളവരോടല്ല, തൊഴുത്തിനുള്ളിലുള്ളവരോട് ആഴത്തിലുള്ള വചനത്തിൻ്റെ മർമ്മങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ദൈവത്തിനുണ്ട്. എന്നും ശിശുക്കളായിരുന്ന് പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ആത്മാവിൽ വളർന്ന് കട്ടി ആഹാരങ്ങൾ ഭക്ഷിക്കുന്ന ലെവലിലേക്ക് ദൈവത്തിൻ്റെ ജനം വളർച്ച പ്രാപിക്കേണ്ടതുണ്ട്. അതിന് ഉള്ളിൽ വചനം ഇറങ്ങണം, വചനത്തിൻ്റെ വെളിച്ചം ഉള്ളിലിറങ്ങണം. എങ്കിൽ അവർ വചനത്തിൽ നിന്നും ചിന്തിച്ചു തുടങ്ങും, വചനത്തിൽ നിന്നും സംസാരിച്ചു തുടങ്ങും, വചനത്തിൽ നിന്നും പ്രവർത്തിച്ചു തുടങ്ങും, വചനത്തിൽ നിന്നും ജീവിച്ചു തുടങ്ങും. അപ്പോഴാണ് ഒരു ദൈവപുത്രൻ വെളിപ്പെട്ട് വരുവാനായി തുടങ്ങുന്നത്. ഹല്ലേലൂയ! എത്ര പേർ ദൈവപുത്രന്മാരായി വെളിപ്പെട്ട് വരും? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സിംഹം ഒരു ദൈവപുത്രന്റെ അടുക്കൽ വന്നാൽ സിംഹത്തിന് ദൈവപുത്രനെ ആക്രമിക്കാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റില്ല, അല്ലേ? ദാനിയേലിനെ സിംഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ദൂതൻ ഇറങ്ങി സിംഹത്തിന്റെ വാ അടച്ചു. പക്ഷെ മറ്റൊരു ദൈവപുത്രൻ എലിയാവ് അറസ്റ്റ് ചെയ്യാൻ വന്നു, അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല, അല്ലേ? എന്തുകൊണ്ട്? മറ്റൊരു പവർ, മറ്റൊരു അധികാരം, മറ്റൊരു വാഴ്ച ഏലിയാവിലൂടെ ഓപ്പറേറ്റ് ആകുന്നുണ്ട്. ലോകത്തിൻ്റെ അധികാരങ്ങൾക്ക് ഈ ഏലിയാവിൻ്റെ മേൽ റോളില്ല. ഹല്ലേലൂയ! ഗെത്സമനെ തോട്ടത്തിൽ വെച്ചൊരു ദൈവപുത്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ, ഞാൻ പിതാവിനോട് ചോദിച്ചാൽ 12 ലഗ്യോനിലും അധികം വരുന്ന ദൂതന്മാരെ അയച്ചു തരുവാൻ കർത്താവ് ശക്തനാണ്, മതിയായവനാണ്. ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ, ഒരിക്കലൊരു യുദ്ധത്തിൽ ഒരു ദൂതൻ ഇറങ്ങി ഒരു രാത്രി കൊണ്ട് 1,85,000 പേരെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഒരു 12 ലഗ്യോൺ എന്ന് പറഞ്ഞാൽ, ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6,000, 12 ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 72,000. 72,000 ലഗ്യോന്മാർ ഇറങ്ങിയാൽ എന്താണ് സ്ഥിതി? 72 × 6,000 എത്ര വരുന്നു? വീട്ടിൽ ഇരുന്ന് കൂട്ടിക്കോളൂ. അത്രയും ദൂതന്മാർ ഭൂമിയിൽ ഇറങ്ങിയാൽ എന്താണ് സ്ഥിതി? ദുഷ്ടന്മാർ കാണില്ല, അന്തിക്രിസ്തുവും കാണില്ല, അന്തിക്രിസ്തുവിൻ്റെ സിംഹാസനവും കാണില്ല, ഒരു ശക്തികൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ തൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങും, ദൈവപുത്രന്മാർക്ക് വേണ്ടി ഇറങ്ങും. ഈ ഭൂമിയിൽ ദൈവപുത്രന്മാർ വെളിപ്പെട്ട് വരണം. ദൈവപുത്രന്മാർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് ദൂതന്മാർ. ഹല്ലേലൂയ! ദൂതൻ ഇറങ്ങണമോ ദൈവപുത്രൻ വെളിപ്പെടണം. തീ ഇറങ്ങണമോ ദൈവപുത്രൻ വെളിപ്പെടണം. സ്വർഗം തുറക്കണമോ ദൈവപുത്രൻ വെളിപ്പെടണം. ദൈവപുത്രൻ വെളിപ്പെട്ടാൽ മഹത്വം വെളിപ്പെടും. ദൈവപുത്രൻ വെളിപ്പെട്ടാൽ സ്വർഗം കൂടെ സഞ്ചരിക്കും. ദൈവപുത്രൻ വെളിപ്പെട്ടാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ സഞ്ചരിക്കും. ആ ദൈവത്തിൻ്റെ മഹത്വകരമായ കാര്യങ്ങൾ വെളിപ്പെടും. ലോകത്തിൻ്റെ അധികാരങ്ങൾക്ക്, പൈശാചിക മണ്ഡലങ്ങൾക്ക് ആ ദൈവപുത്രന്റെ മേൽ നോ റോൾ, ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇവിടെ ആദ്യജാതനായ യേശുവെന്ന ദൈവപുത്രൻ മറ്റുള്ളവരെ
ആ സ്വന്തം രൂപത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി മുന്നമേ വന്നിരിക്കുകയാണ്. അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ക്രൂശിലൊരു സഹായത്തെ ചെയ്തു, പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നൊരു സഹായത്തെ ചെയ്തു. ക്രൂശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് പറഞ്ഞു, ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച ജയം യേശുവിനുണ്ട്. പിശാചിന്റെ മേൽ അധികാരം യേശുവിനുണ്ട്. സകലത്തിന്റെ മേലും ഒരു അധികാരം യേശുവിനുണ്ട്. ആ ജയത്തെ തരുവാൻ കർത്താവ് തൻ്റെ സഭയ്ക്ക് തരുവാൻ കാത്തിരിക്കുകയാണ്. ആ അധികാരത്തെ വെളിപ്പെടുത്തുവാൻ മരണത്തിൻ്റെ മേൽ, പാതാളത്തിൻ്റെ മേൽ, ലോകത്തിൻ്റെ മേൽ, ലോക രാജ്യങ്ങളുടെ മേൽ, ലോക സംവിധാനങ്ങളുടെ മേൽ, എല്ലാ സിസ്റ്റങ്ങളുടെ മേലും ഒരു അധികാരത്തെ വെളിപ്പെടുത്തുവാൻ, സഭ വാഴ്ച നടത്തുവാൻ കർത്താവ് തൻ്റെ മക്കളെ കരം പിടിച്ച് വഴി നടത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞു, ദൈവപുത്രനായി വെളിപ്പെട്ടത് കൊണ്ടാണ് ഏലിയാവൻ അങ്ങനെ പറയാൻ പറ്റിയത്. ഏലിയാവ് പറഞ്ഞു, ഈ ആണ്ടുകളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. ലോകത്തിൻ്റെ രാജാവിന് അത് പറയാൻ പറ്റില്ല. ലോകത്തിൻ്റെ രാജാവിന് മഴ കിട്ടിയെങ്കിൽ വെള്ളം ഉപയോഗിക്കാം. പക്ഷേ മറ്റൊരു ദൈവപുത്രനുണ്ട്. ആ ദൈവപുത്രൻ പറയുകയാണ്, ഞാൻ പറയും മഴ പെയ്യണോ മഴ പെയ്യണ്ടേ, ഞാൻ പറയും നീ ഭരണം നടത്തണോ നീ ഭരണം നടത്തണ്ടേ, ഞാൻ പറയും നിന്റെ ഗവൺമെൻറ് നിൽക്കണോ നിൽക്കണ്ടേ, ഞാൻ പറയും ക്ലൈമറ്റ് എങ്ങനെ വേണം എങ്ങനെ വേണ്ട എന്ന്. ദൈവപുത്രന്മാർക്ക് വാഴ്ച നടത്തുവാനുള്ള ഒരു അധികാരത്തെ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ലുലു മാളിൽ ഒരിക്കൽ പോയപ്പോൾ ഒരു സംഭവം, അവിടെ റോബോട്ടിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നു. റോബോട്ട്സ് വരും ദിവസങ്ങൾ ഒരു റോബോട്ടിക് വേൾഡ് കൂടെ ഡെവലപ്പ് ആവുകയാണ്. ആ റോബോട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് സെൻസർ വെച്ചിട്ട് അത് ആരെയും വന്ന് ഇടിക്കുകയൊന്നും ചെയ്യില്ല. ഓക്കെ, ആരെയും വന്ന് ഇടിക്കുകയൊന്നും ചെയ്യില്ല. നടക്കും, ഓടും, ഡാൻസ് കളിക്കും, തലകുത്തനെ നിൽക്കും, ഡൈവ് അടിക്കും, എല്ലാം ചെയ്യും, ഷേക്കൻഡ് കൊടുക്കും, സംസാരിക്കും, എല്ലാം ചെയ്യും. അങ്ങനെയുള്ള റോബോട്ടുകൾ ഉണ്ട്. നമ്മുടെ നാടുകളിൽ വന്നു തുടങ്ങി. ചൈനയിലെല്ലാം റോബോട്ട് വെയിറ്റേഴ്സ് ഉണ്ട്. ഹോട്ടലിൽ പോയാൽ ഓർഡർ എടുക്കാൻ റോബോട്ട് വരും. ഓക്കെ, റിസപ്ഷനിസ്റ്റായിട്ട് റോബോട്ട് നിൽക്കും, റോബോട്ട് ഫോൺ അറ്റൻഡ് ചെയ്യും. ഈ ലെവലിൽ റോബോട്ട്സിൻ്റെ സേവനങ്ങൾ മനുഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുകയാണ്. ഞാൻ അവിടെ റോബോട്ടുകളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഈ ടെക്നോളജീസ് അന്തിക്രിസ്തു ഉപയോഗിച്ചുകൊണ്ട് വൺ വേൾഡ് സിസ്റ്റം, വൺ വേൾഡ് ഗവൺമെൻറ്റിലേക്ക് അത് ഉപയോഗിക്കും എന്ന് എനിക്കറിയാം. ഈ ടെക്നോളജീസ് എല്ലാം അത് ഉപയോഗിക്കാൻ ശ്രമിക്കും. ഒരു റോബോട്ട് കൺട്രോൾ തെറ്റി എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ, അത് ഇങ്ങനെ ഒരു വേലി കെട്ടി വെച്ചിട്ടുണ്ട്. ആ വേലി ഇടിച്ചു പൊളിച്ചിട്ടുകൊണ്ട് എന്നെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഓടിയിങ്ങ് വന്നു. ഞാൻ ചാടി മാറി. ഓക്കെ, അപ്പോൾ തന്നെ എനിക്കൊരു അടയാളം കിട്ടി. ഞാൻ അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു, ഈ റോബോട്ടിക് സംവിധാനങ്ങളെ ഇറക്കിയിരിക്കുന്ന കമ്പനിയെയും ഈ റോബോട്ടിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജിയെയും ഞാൻ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ മുദ്ര വെക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സഭ ഈ ടെക്നോളജിയെ ഉപയോഗിക്കും. സഭ ഈ ടെക്നോളജിയെ ഉപയോഗിക്കും. അന്തിക്രിസ്തു അല്ല, സഭ വാഴ്ച നടത്തുമ്പോൾ സഭ ഈ ടെക്നോളജിയെ ഉപയോഗിക്കും. മനസ്സിലായോ? ക്ലിയർ? അന്തിക്രിസ്തു എല്ലാം എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. എപ്പോ? ദൈവപുത്രന്മാർ ഭൂമിയിലുള്ളപ്പോ, ദൈവസഭ ഭൂമിയിലുള്ളപ്പോ. ഏത് ടെക്നോളജി ആയാലും ശരി, ഏത് അധികാര സ്ഥാപനങ്ങളായാലും ശരി, ഏത് ബിസിനസ് സ്ഥാപനങ്ങളായാലും ശരി, അന്തിക്രിസ്തു അതിനെ സ്വാധീനിച്ച് കയ്യിലെടുക്കുവാൻ ശ്രമിച്ചാൽ ദൈവസഭ ഇവിടെ ഭൂമിയിലുള്ളപ്പോൾ അത് സംഭവിക്കരുത്. അധർമ്മമൂർത്തിയെ തടയുന്ന ഒരു ദൈവത്തിൻ്റെ അധികാരം, ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരു ദൈവത്തിൻ്റെ ശക്തി സഭയുടെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. അവിടെ അങ്ങനെ സംഭവിക്കുന്നു, ഇവിടെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് കാഴ്ചക്കാരായി നോക്കി നിൽക്കുവാനല്ല സഭയെ കർത്താവ് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. വാഴ്ച നടത്തുവാനാണ് കർത്താവ് സഭയെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സഭ എത്രത്തോളം ആക്റ്റീവ് ആകും, അതിനനുസരിച്ചുള്ള സംഭവ വികാസങ്ങൾ ഭൂമിയിലുണ്ടാകും. പാതാള ശക്തികൾ എത്രത്തോളം ഈ ഭൂമിയെ പിടിച്ചടക്കാൻ നോക്കിയാലും, അന്ധകാര മണ്ഡല ശക്തികൾ എത്രത്തോളം ഈ ഭൂമിയെ പിടിച്ചടക്കാൻ നോക്കിയാലും, ദൈവത്തിന്റെ സഭ ഉണരുമെങ്കിൽ, സ്തുതിയിൽ, സ്തോത്രത്തിൽ, ആരാധനയിൽ, വചനത്തിൽ, അഭിഷേകത്തിൽ, തേജസ്സിൽ ദൈവത്തിന്റെ സഭ ഉണരുമെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുവാൻ,
അതിൻ്റെ മേൽ അധികാരമെടുക്കുവാൻ ഒരു സംവിധാനങ്ങൾക്കും കഴിയുകയില്ല. സാത്താന്റെ ശക്തികൾ ശക്തിയോടെ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സഭ ഉറങ്ങുവാൻ പാടില്ല. ദൈവത്തിന്റെ ജനം ഉണരുവാൻ പാടില്ല. സൗഖ്യം കിട്ടി സ്വന്തം വഴിക്ക് പോകുന്ന രീതിയിലല്ല, വിടുതൽ കിട്ടി സ്വന്തം വഴിക്ക് പോകുന്ന രീതിയിലല്ല. സ്തുതിക്കുവാൻ സമയങ്ങൾ ചെലവഴിക്കുന്ന, ആരാധിക്കുവാൻ സമയങ്ങൾ ചെലവഴിക്കുന്ന, സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന, സ്തുതിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന, സ്തുതിച്ചുകൊണ്ട് ജോലികൾ ചെയ്യുന്ന, സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു കൂട്ടം ദൈവത്തിന്റെ മക്കളെ ഈ ഭൂമിയിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ആ ദേശത്തിൽ അന്തരീക്ഷങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. കാരണം ആ ദൈവ പൈതലിൽ എന്തുണ്ട്? സ്തുതിയുണ്ട്, ആരാധനയുണ്ട്. ആ ദൈവപുത്രന്റെ മനസ്സ് ലോകമോഹങ്ങളാൽ വശീകരിക്കപ്പെടുന്ന ഒരു മനസ്സല്ല, ലോകമോഹങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സല്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ദാഹിക്കുന്ന ഒരു മനസ്സാണ്. കർത്താവിന്റെ മഹത്വത്തിനായി ദാഹിക്കുന്ന ഒരു മനസ്സാണ്. അങ്ങനെ ഒരു ദൈവ പൈതൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ദേശങ്ങൾക്ക് വിടുതലാണ്, നടക്കുമ്പോൾ ദേശത്തിന് വിടുതലാണ്, സംസാരിക്കുമ്പോൾ ദേശത്തിന് വിടുതലാണ്. ദൈവ പൈതലെ, നിന്നെ ആ തലങ്ങളിലേക്ക് വളർത്തിക്കൊണ്ട് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്നിനും അടിമപ്പെടുത്തുവാൻ കഴിയാത്ത, വാഴ്ച നടത്തുന്ന ഒരു സഭയെ, അധികാരം കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവപുത്രന്മാരുടെ ഒരു കൂട്ടത്തെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ സഭയെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവിന് ഇഷ്ടമുണ്ട്. ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിന്റെ രീതികൾക്കനുസരിച്ചല്ല ദൈവ പൈതലേ നിങ്ങൾ ജീവിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴിയിൽ വാ. വചനം നടത്തുന്ന, വചനം കാണിച്ചു തരുന്ന വെളിച്ചത്തിലേക്ക് വാ. മഹത്വകരമായ ഒന്ന് നിന്നിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ഏത് സ്ഥലത്താക്കി വെച്ചിരുന്നാലും അവിടെ ഒരു ദൈവപുത്രനായി വെളിപ്പെട്ടു വാ. ഹല്ലേലൂയ. ദരിദ്രനായിരുന്നാലും ശരി, സമ്പന്നനായിരുന്നാലും ശരി, വിദ്യാഭ്യാസം ഉള്ളവനായിരുന്നാലും ശരി, വിദ്യാഭ്യാസം ഇല്ലാത്തവനായാലും ശരി, ലോകപരമായ അധികാരങ്ങൾ ഉള്ളവനായാലും ശരി, ഇല്ലാത്തവനായാലും ശരി, നീ ഒരു ദൈവപുത്രനായി വെളിപ്പെട്ടു വാ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആദിജാതനായി വന്ന, സൃഷ്ടികളിൽ ആദിജാതനായി വന്ന യേശു നമ്മയും ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക് നമ്മെ കരം പിടിച്ച് വഴിനടത്തിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ സ്വരൂപം, നഷ്ടപ്പെട്ടു പോയ സാദൃശ്യം ദൈവജനത്തിന് തരുവാൻ, ദൈവമക്കൾക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം രൂപവും സ്വന്തം സാദൃശ്യവും ദൈവ മക്കളുടെ മേൽ ഉണ്ടെങ്കിൽ സാത്താന് അവനെ തൊടാൻ പറ്റില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വരൂപം നിങ്ങൾക്കുണ്ടോ? ദൈവത്തിൻ്റെ സാദൃശ്യം നിങ്ങൾക്കുണ്ടോ? പരിശുദ്ധാത്മാവിനോട് ഇണഞ്ഞിരിക്കുന്ന ഒരു അനുഭവത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് പരിശുദ്ധാത്മാവിനോട് ഇഴുകി ചേരുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ് വചനത്തോട് ഇഴുകി ചേരുന്നുണ്ടോ? സാത്താന് നിങ്ങളുടെ മേൽ അധികാരവുമില്ല, അവകാശവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ലോകമക്കളുടെ ചില സ്വഭാവങ്ങളെ മാത്രം ചൂണ്ടിക്കാണിക്കാം. ദൈവപുത്രന്മാരുടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിനുള്ള സമയം നമുക്ക് തികയില്ല. അത് ഞാൻ അടുത്തൊരു ദിവസത്തിലേക്ക് വരാം. ലോകമക്കളുടെ രീതികൾ, ദൈവമക്കൾ അങ്ങനെ ആകരുത്, ദൈവപുത്രന്മാർ അങ്ങനെ ആകരുത് എന്നുള്ളതിന് വേണ്ടി ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. സദൃശവാക്യം 23:20-21, പ്രോവർബ്സ് 23:20-21. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഒരു ദൈവപുത്രൻ എങ്ങനെയായിരിക്കണം, ഒരു ലോക മകൻ എങ്ങനെയാകാം? അവനൊരു നിയന്ത്രണവുമില്ല. ഒരു ലോക മനുഷ്യന് അവൻ എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ അവൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു നിയന്ത്രണവുമില്ല. ഓക്കെ, ലോക മനുഷ്യന് തോന്നും പോലെ തിന്നാം, തോന്നും പോലെ കുടിക്കാം, തോന്നും പോലെ നടക്കാം. പക്ഷെ ദൈവപുത്രന് അതിലെല്ലാറ്റിലും ചില ജ്ഞാനം അവിടെ ഓപ്പറേറ്റ് ആകേണ്ടതുണ്ട്. ഇവിടെ പറയുന്നു, നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. വീഞ്ഞ് കുടിച്ച് മതിയാകാത്ത ആളുകൾ, മദ്യം കുടിച്ച് മതിയാകാത്ത ആളുകൾ, ഇറച്ചി തിന്ന് മതിയാകാത്ത ആളുകൾ, അവരുടെ ഇടയിൽ നീ ഇരിക്കരുത്. ഇറച്ചി തിന്നാൻ പാടില്ല എന്ന് കർത്താവ് പറയുന്നില്ല. ഇറച്ചി തിന്നാം, വീഞ്ഞും അല്പം കുടിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മദ്യഷോപ്പിൽ പോയി മദ്യം വാങ്ങാനുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പകരം തിമത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നിന്റെ വയറിൻ്റെ ജീർണ നിമിത്തം, വയറിൻ്റെ
ജീർണ നിമിത്തം ലൈക്ക് എ മെഡിസിനൽ യൂസ്. എന്താണ്? മരുന്ന് ഉപയോഗിക്കുന്നത് പോലെ ഒരു മെഡിസിനൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺഷ്യസോടുകൂടെ ആരോഗ്യത്തെ ഇമ്പ്രൂവ് ചെയ്യുവാൻ കണക്കിനുള്ള രീതിയിലുള്ള വീഞ്ഞ് നിങ്ങൾക്ക് കുടിക്കാം. ഇന്ന് മുതൽ ആരും പോയി ബിവറേജ് ഷോപ്പിൽ ക്യൂ നിൽക്കാനല്ല ഞാൻ പറയുന്നത്. ഇനി ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം കുപ്പിയും വാങ്ങിക്കൊണ്ട് വരും. അതിനുമല്ല പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്വാളിറ്റിയുള്ള ഹെൽത്തി ആയിട്ടുള്ള വൈനിനെ കുറിച്ചാണ് പറഞ്ഞത്. മദ്യ ഷോപ്പിൽ കിട്ടുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെ കുറിച്ചല്ല പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചെയ്യാം. നമ്മുടെ വൈദ്യർ ഇവിടെ ഉണ്ടാകും, അദ്ദേഹം മെഡിസിൻസ് ധാരാളം ചെയ്യും, വളരെ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ കണക്കിനുള്ള കണ്ടൻസ് അതിൽ ആഡ് ചെയ്യും. അതിലും ആൽക്കഹോളിക് കണ്ടൻസ് ആഡ് ചെയ്യേണ്ടി വരും. ബട്ട് അത് മെഡിസിനൽ യൂസിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു മദ്യത്തിൻ്റെ പേര് റം എന്നാണ്, അല്ലേ? റം ആരൊക്കെ കേട്ടിട്ടുണ്ട്? കേട്ടിട്ടേ ഇല്ല? കേട്ടിട്ടുണ്ട്. റം ആരൊക്കെ കുടിച്ചിട്ടുണ്ട്? കുടിച്ചിട്ടുണ്ട്. ഈ ഗർഭിണികൾക്കും കൊടുക്കാറുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ലേ? ശരി, ഫൈൻ. അതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്. റം എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്, RUM. അതിൻ്റെ ഫുൾ ഫോം എങ്ങനെയാണ്? റെഗുലർലി യൂസ്ഡ് മെഡിസിൻ. സ്ഥിരം ഉപയോഗിക്കുന്ന മരുന്നെന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് ഹെൽത്ത് ബേസിസിൽ, ഹെൽത്ത് കോൺഷ്യസിൽ പറയുന്ന ഒരർത്ഥമാണ്. എന്നാൽ ഈ മരുന്നിനെ അവർ എന്താക്കി? കുടിച്ച് ഫിറ്റായി നടക്കാനുള്ള, ലൈഫിനെ നശിപ്പിക്കുന്ന ഒരു സാധനമാക്കി മാറ്റി. മരുന്ന് അളവിൽ കഴിച്ചാൽ നല്ലതാ, അളവ് കഴിഞ്ഞ് കഴിച്ചാൽ കേടാകും. ഷുഗർ ഭയങ്കരമായിട്ട് കൂടി, ഡോക്ടർ പറയും ഈ ഒരു ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറയും. ആ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ സേഫാണ്. എന്നാൽ 10 ടാബ്ലറ്റ് ഒരുമിച്ച് കഴിച്ചാലോ അല്പ ഷുഗർ പോലും ബോഡിയിൽ കാണില്ല. അപ്പം എന്ത് സംഭവിക്കും? ആ ബോഡി എന്താകും? ഡെഡ് ബോഡിയാകും. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ അളവുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിയിൽ മാത്രം ഉപയോഗിച്ചാൽ അത് ബ്ലെസ്സിങ് ആയിരിക്കും. മെഡിസിൻ്റെ അളവിൽ മാത്രം ഉപയോഗിച്ചാൽ ബ്ലെസ്സിങ് ആയിരിക്കും. അളവ് ക്രോസ് ചെയ്ത് ഉപയോഗിച്ചാൽ അത് ഡാമേജസ് ഉണ്ടാക്കും. ഫുഡ് അളവിന് മാത്രം കഴിച്ചാൽ അത് ബ്ലെസ്സിങ് ആയിരിക്കും. അളവിൽ കഴിഞ്ഞ് കഴിച്ചാൽ അത് ഡാമേജസ് ഉണ്ടാകും. ഒരു കാലത്ത് ആളുകൾ മരിച്ചത് ആഹാരം കിട്ടാതെ, ആഹാരമില്ലാതെ പട്ടിണി കിടന്നും ക്ഷാമത്തിലും ആളുകൾ ധാരാളം മരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലത്ത് ആളുകൾ മരിക്കുന്നത് തിന്ന് പെരുകി ഇനി ഒട്ടും സ്പേസ് ഇല്ലാത്ത ലെവലിൽ പൊട്ടിപ്പോലും ആളുകൾ മരിക്കുന്നുണ്ട്. വണ്ണമുള്ളവരൊന്നും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്. തീരെ ഓവർ വണ്ണമുള്ളവരെല്ലാം പതിയെ വണ്ണം കുറയ്ക്കാനുള്ള പരിപാടികൾ ചെയ്യുക. ഓടുകയോ ചാടുകയോ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുകയോ പല കാര്യങ്ങളുണ്ട്. അത് ചെയ്തുകൊണ്ട് ഹെൽത്തി ബോഡി കണ്ടീഷനിലേക്ക് വരിക. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. നിങ്ങളുടെ ബോഡി എടുക്കാൻ ഒരു ക്രെയിൻ വേണമെന്നൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരരുത്. സ്വന്തം കാലുകൾ കൊണ്ട് ബോഡിയെ, വെയിറ്റിനെ താങ്ങുവാൻ കണക്കിനുള്ള വെയിറ്റ് ആക്കി വെക്കുക ബോഡിയെ. ഓവർ വെയിറ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലാണെങ്കിൽ അവിടെ ഒരു സ്പിരിച്വൽ ഡെലിവറൻസ് ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയാൽ അത് സംഭവിക്കും. ബാക്കി ഫിസിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. ചില ആളുകൾ കഴിക്കും പുട്ട്, ഒരു കുറ്റി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, 2 കുറ്റി കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ശരിയാകില്ല. അരക്കുറ്റി, ഒരു കുറ്റി കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഫുഡ് നിങ്ങൾ കഴിക്കേണ്ടത് വയറ് നിറഞ്ഞ് വയറ് പൊട്ടാറാകുന്ന പരുവത്തിൽ, ഇനി എഴുന്നേക്കാൻ വയ്യാത്ത പരുവത്തിൽ ഫുഡ് കഴിക്കരുത്. അത് നല്ലതല്ല. ഇങ്ങനെ പറയാം, അര വയർ ഫുഡ് കഴിച്ചാൽ മതി. പോരെ? മതിയോ? സിസ്റ്ററിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും വയർ ഒട്ടിയിരിക്കുന്നു. കാതറിൻ കൂരകെല്ലാം കഴിച്ച് വയറ് വേർത്തിരുന്നാലും സിസ്റ്ററിൻ്റെ കണ്ണിൽ പാവം കൊച്ചിന് വയറ് ഒട്ടിക്കിടക്കുകയാണെന്ന് പറയും. നല്ല ബമ്പിളാക്കാനുള്ള ശ്രമമാണ്. ഈ ബമ്പിളായിരിക്കുന്ന ആളുകൾ എങ്ങനെ എന്നെപ്പോലെ ആകാമെന്ന് ശ്രമിക്കുക. ഓക്കെ, ഒന്നിട്ട് ഡോക്ടേഴ്സ് എന്നെ നോക്കി പറഞ്ഞു, എങ്ങനെ എബിസനെ പോലെ ആകാം, എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. എൻ്റെ കൂടെ വരുന്ന അനുഭവം കിങ്സ്ലി ബറിനും സുൽബറിനും അറിയാം. അവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് അവർക്കേ അറിയാവൂ.
ഒരുപക്ഷെ ആ സമയത്തിന് ആഹാരം പോലും കിട്ടില്ല, ആഹാരം പോലും മറന്നു പോകും. ആ ലെവലാണ്. ശരി, അതൊക്കെ പോട്ടെ, കം ബാക്ക്. അടുത്ത വചനത്തിലേക്ക് പോകാം. ശരി, ഈ 20-ാം വചനം ശ്രദ്ധിക്കുക. 20-ാം വചനം ശ്രദ്ധിക്കുക. അവരുടെ ഇടയിൽ നീ ഇരിക്കരുത്. ഞാനതിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഷോർട്ടായിട്ട് പറയാം. തീറ്റിപ്പണ്ടാരങ്ങളുടെ കൂട്ടത്തിൽ പോയി ഇരിക്കരുത്. തിന്നേയിരിക്കും, തീറ്റിയോട് തീറ്റി എന്നുള്ള ആളുകളുടെ ഇടയിൽ പോയി ഇരിക്കരുത്. ഓക്കെ, തമിഴ്നാട്ടുകാർ എന്നോട് ക്ഷമിക്കുക. തമിഴ്നാട്ടിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സംസ്കാരം മുഴുവനും ഫുഡിനെ കേന്ദ്രീകരിച്ചാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എന്നോട് തമിഴ്നാട്ടുകാർ ആര് കണ്ടാലും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം, സാപ്പിട്ടീങ്കളാ, കഴിച്ചോ, ഇതേ ചോദിക്കുകയുള്ളൂ. രാവിലെ കണ്ടാലും സാപ്പിട്ടീങ്കളാ, ഉച്ചയ്ക്ക് കണ്ടാലും സാപ്പിട്ടീങ്കളാ, വൈകുന്നേരം കണ്ടാലും സാപ്പിട്ടീങ്കളാ. അല്ലേ? കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് എങ്ങനെയല്ലാന്ന് തോന്നുന്നു അല്ലേ? ആണോ? അപ്പോൾ ഫുൾ സാപ്പാടിനെ കുറിച്ച് മാത്രം, ആ ചിന്തയിൽ മാത്രം ഇരിക്കരുത്. ഓക്കെ, കഴിക്കാം, പക്ഷേ അളവിന് കഴിക്കണം. വയറ് നിറഞ്ഞ് പൊട്ടുന്ന ലെവൽ കഴിക്കരുത്. മിതമായ ആഹാരം കഴിക്കണം, മിതമായ ആഹാരം. നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ വചനം പ്രസംഗിക്കാതെ എന്തിനാ ഫുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശരീരവും കൂടെ കെയർ ചെയ്യാൻ ആവശ്യമുണ്ട്. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടും. കൊളസ്ട്രോൾ കൂടി, പ്രാർത്ഥിച്ചു, കൊളസ്ട്രോൾ നോർമലായി. ഷുഗർ കൂടി, പ്രാർത്ഥിച്ചു, നോർമലായി. പ്രഷർ കൂടി, പ്രാർത്ഥിച്ചു, നോർമലായി. ഇനി അതിനുശേഷം അത് കൂടാതെ നോക്കണോ വേണ്ടേ? നോക്കണം. എങ്ങനെയാ കൊളസ്ട്രോൾ കൂടിയത്? കയ്യിൽ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിച്ചിട്ടല്ലേ കൊളസ്ട്രോൾ കൂടിയത്. അപ്പോൾ സൗഖ്യം, പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? കൈ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കരുത്. ഇനി അതും കഴിച്ച് വീണ്ടും എല്ലാം തകരാറായതിനു ശേഷം, പാസ്റ്ററെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇനി കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലാണ്. എങ്ങനെ കൂടാതിരിക്കും? കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഓവറായി അതിൻ്റെ ബാലൻസ് തെറ്റാത്ത ലെവലിൽ ഫുഡ് മാനേജ് ചെയ്യണം. അതാണ് പറയുന്നത്. ഇവരുടെ കൂടെ പോയിരുന്നാൽ, ആരുടെ കൂടെ പോയിരുന്നാൽ? തീറ്റിപ്പണ്ടാരങ്ങളുടെ കൂടെ പോയിരുന്നാൽ നിങ്ങൾക്കും ഷുഗർ കൂടും, പ്രഷർ കൂടും, കൊളസ്ട്രോളും കൂടും, എല്ലാം ബാലൻസ് തെറ്റും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവരുടെ ഇടയിൽ നീ പോയി ഇരിക്കരുത്. അവർ തിന്നിരിക്കും, കുടിച്ചിരിക്കും, ഒരിക്കലും അതിന് അവസാനം ഉണ്ടാകില്ല. അവസാനം നീയും തീറ്റിപ്പണ്ടാരവും ഇങ്ങനെ വീർത്ത് വന്ന് അവസാനം ഒന്നിനും കൊള്ളതായി പോകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്. അടുത്ത വചനം ശരി. ഇവിടെ രണ്ട് കാര്യത്തെക്കുറിച്ച് പറയുന്നു. ആഹാരത്തെക്കുറിച്ചും പറയുന്നു, ഉറക്കത്തെക്കുറിച്ചും പറയുന്നു. ചില ആളുകൾ തിന്നിരിക്കും, നോർമൽ തീറ്റിയല്ല. വചനം പറയുന്നു അതിഭക്ഷണം. തമിഴിൽ എന്താ അതിനുള്ള വാക്ക്? ഭോജനപ്രിയൻ. ആഹാരം കഴിക്കാൻ പാടില്ല എന്ന അർത്ഥം ഇവിടെ ഇല്ല. റിയലി നമുക്ക് ആവശ്യം, നമ്മുടെ ശരീരത്തിന് ആഹാരം ആവശ്യമുണ്ട്. ആവശ്യമുള്ള ആഹാരം കഴിക്കണം. പക്ഷേ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്ന ലെവലിൽ ആഹാരം കഴിക്കരുത്. ഞാൻ ജീവിക്കുന്നതേ ആഹാരം കഴിക്കാൻ വേണ്ടി എന്നുള്ളൊരു സിറ്റുവേഷൻ വരരുത്. ആഹാരം ആവശ്യത്തിന് കഴിക്കണം. ഇനി തൂക്കം, അല്ലേ? തൂക്കം എത്ര മണിക്കൂർ ഉറങ്ങണം? ഒരു 6 മുതൽ 8 മണിക്കൂർ ഉറങ്ങിക്കോളൂ. ഇനി അല്പം കൂടുതൽ ക്ഷീണമുള്ളവരാണെങ്കിൽ 10 മണിക്കൂർ ആണെങ്കിൽ ഉറങ്ങിക്കോളൂ. ഒരു പക്ഷേ പ്രഷർ കൂടുതലാണ്, അങ്ങനെയുള്ള ഹെൽത്തി കണ്ടീഷൻസ് ഉള്ളവർ 10-12 മണിക്കൂർ ഉറങ്ങിക്കോ, നോ പ്രോബ്ലം. പക്ഷേ നോർമൽ ഹെൽത്തി ആയിട്ടുള്ളവർ 8 hours ഉറങ്ങിയാൽ മതി എന്നാണ് നോർമലി പറയുന്നത്. 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. ഓക്കെ, പക്ഷേ ഇതും കഴിഞ്ഞ് എവിടെ ഇരുന്നാലും ഉറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ വലതും ഇടത്തും നോക്കിക്കോ. എവിടെ ഇരുന്നാലും ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അതെന്ത് ചെയ്യും? വചനം പറയുന്നു, നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാകും. നിങ്ങൾ അടുത്തിരിക്കുന്നവരെ ഒന്ന് വിളിച്ചുണർത്തി ഒരു പ്രൈസ് ലോർഡ് പറഞ്ഞേ. ഈ വചനം ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. പ്രൈസ് ലോർഡ് പറഞ്ഞേ. എല്ലാവർക്കും ഒരു പ്രൈസ് ലോർഡ് പറഞ്ഞേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉണർവുണ്ടാകട്ടെ ഈ സമയത്തേക്ക്. ഇനി ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. തൂക്കം കന്തൈകളെ ഉടുത്തുവിക്കും. തൂക്കം കന്തൈകളെ ഉടുത്തുവിക്കും. ഓക്കെ,
അതുകൊണ്ട് രാത്രിയെ ഉറങ്ങാൻ പാടില്ല എന്നല്ല പറയുന്നേ. രാത്രി ഉറങ്ങേണ്ട സമയം രാത്രി ഉറങ്ങണം. രാത്രി മുഴുവനും, അല്ലെങ്കിൽ ഉറങ്ങേണ്ട സമയം നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ഡ്യൂട്ടി നൈറ്റ് ആണെങ്കിലും ഒക്കെ ഉറങ്ങാൻ പറ്റില്ല. അതിന് പകരം ആ ഉറങ്ങേണ്ട സമയം ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഉറക്കം ഒരു ശീലമാകരുത്. ഫുൾ ടൈം ഉറക്കപ്രിയനാകരുത്. അതിന് പറയുന്നത് നിദ്രാലുത്വം, ഉറക്കപ്രിയൻ. ഓക്കെ, ഉറക്കത്തോട് ഭയങ്കര ഇഷ്ടമുള്ളവൻ എന്താകും? പഴംതുണി ഉടുക്കും. എന്ന് പറഞ്ഞാൽ അവന് ഇൻകം വരില്ല, അവന് ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടാകില്ല, പഠിക്കാൻ ഇഷ്ടമുണ്ടാകില്ല, അവൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാകില്ല. അവൻ എപ്പോഴും ഉറങ്ങണം. ഒന്ന് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ ഇല്ലില്ല, ഞാൻ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. മഴക്കോള് ആകാശത്ത് കണ്ടാൽ മതി, മടിയൻ വീട്ടിനകത്തിരുന്ന് പറയും ഇന്ന് കൊടും മഴയാണ്, ഇന്ന് പെരും മഴയാണ്, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് വാർത്തയിൽ പറഞ്ഞാൽ മതി, ചെന്നൈയിൽ നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള മടിയൻ ഈ വാർത്ത കേട്ടിട്ട് തീരുമാനിക്കും നാളെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, നാളെ ഞാൻ ജോലിക്ക് പോകില്ല എന്ന് തീരുമാനിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ എന്തുടുക്കും? പഴം തുണി ഉടുക്കും. പുതിയ തുണി വാങ്ങാൻ പൈസ കാണില്ല, യാത്ര ചെയ്യാൻ പൈസ കാണൂല, പെട്രോൾ അടിക്കാൻ പൈസ കാണില്ല, ആഹാരം വാങ്ങാൻ പൈസ കാണില്ല. കാരണം അവൻ മടിയനായി വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവന് ഇൻകം വരില്ല, ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള മനസ്സ് അവനില്ല, അവന് ഉറങ്ങാനാണ് ഇഷ്ടം. അതുകൊണ്ട് അവൻ പഴംതുണി ഉടുക്കുമെന്ന് വചനം പറയുന്നു. അപ്പോൾ അധികം ആഹാരം കഴിക്കുന്നവൻ ദരിദ്രനായി തീരും. ഉദാഹരണത്തിന് ചില ആളുകൾ ഇന്ന് അടുക്കളയിൽ പോലും ജോലി ചെയ്യാറില്ല. 30,000 ശമ്പളം കിട്ടും, 35,000 രൂപയ്ക്ക് സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഓർഡർ ചെയ്ത് ആഹാരം കഴിച്ചിരിക്കും. 5,000 രൂപ കടം ഒരു മാസം ആഹാരം കഴിച്ചതിന്. ഈ ലെവലിൽ ആഹാരം കഴിക്കുന്നവർ എന്താകും? വചനം കറക്റ്റായിട്ട് പറയുന്നു, ദരിദ്രന്മാരായി തീരും. ഒരു 30,000 രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ 6,000 രൂപയ്ക്ക് കൂടുതൽ, 20%, ഓക്കെ, 6,000 രൂപയ്ക്ക് കൂടുതൽ ഫുഡിന് ഉപയോഗിക്കരുത്. ഓക്കെ ആണോ? പറ്റില്ലേ? 30,000 രൂപ സാലറിയും വാങ്ങി 35,000 രൂപയ്ക്ക് ആഹാരം കഴിച്ച് നടന്നാൽ ദരിദ്രനായി തീരും. ആഹാരം അതിനുള്ള കോസ്റ്റ് എങ്ങനെ ചിലവഴിക്കണം, സമയം എങ്ങനെ ചിലവഴിക്കണം, എത്ര സമയം ഉറങ്ങണം, ഏതു കാര്യത്തിന് പൈസ എത്ര അളവിൽ ചിലവഴിക്കണം എന്നുള്ള ജ്ഞാനം ദൈവപുത്രന്മാർക്ക് വേണം. ഹല്ലേലൂയ. ലോക മനുഷ്യർക്ക് ഈ ചിന്തയില്ല. ലോക മനുഷ്യൻ തോന്നും പോലെ എല്ലാം ചെയ്യും. ശമ്പളം എത്ര? 15,000 രൂപ. കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ വില എത്ര? 1,00,000 രൂപ. ശമ്പളം എത്ര? 15,000 രൂപ. ഓരോ മാസവും ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ വില എത്ര? 1,00,000 രൂപ. 15,000 രൂപ സാലറി ഉള്ള ആൾ 1,00,000 രൂപയുടെ ഫോൺ വാങ്ങിയാൽ അതിൻ്റെ അർത്ഥം അവന് പൈസ ഉപയോഗിക്കാനുള്ള ബുദ്ധിയില്ല എന്നാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഇൻകത്തിനനുസരിച്ച്, നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് എത്ര രൂപയ്ക്കുള്ള ഫോൺ വേണം, എത്ര രൂപയ്ക്കുള്ള ആഹാരം കഴിക്കണം, ഏത് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, ഇവിടുന്ന് ചെന്നൈക്ക് യാത്ര ചെയ്യുവാൻ 150 രൂപയ്ക്കും പോകാം, 6,000 രൂപയ്ക്കും പോകാം. നിങ്ങൾ എത്ര രൂപയ്ക്കുള്ള യാത്ര ഉപയോഗിക്കും? കേട്ടില്ല? എന്തുകൊണ്ട് അങ്ങനെ? അത്ര വരുമാനമേ ഉള്ളൂ. 150 രൂപയ്ക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 500 രൂപയ്ക്ക് പോകാം, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് പോകാം, അല്ലെങ്കിൽ 1,500 രൂപയ്ക്ക് പോകാം, നിങ്ങളുടെ ഇൻകം അനുസരിച്ച്. പക്ഷെ നല്ല ഇൻകം ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ പോകാം, 5,000 രൂപയ്ക്കും 6,000 രൂപയ്ക്കും പോകാം. ഇൻകം കുറവാണെങ്കിൽ ട്രെയിനിൽ അതിനനുസരിച്ചുള്ള കാറ്റഗറി സീറ്റ് ബുക്ക് ചെയ്ത് പോകാം. ഇൻകത്തിനനുസരിച്ച്, വരുമാനത്തിനനുസരിച്ച് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ദരിദ്രനായി തീരും. ദൈവപുത്രന്മാർ ദരിദ്രന്മാരായിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഉള്ളതിനെ നല്ല ജ്ഞാനത്തോടെ ഉപയോഗിച്ച് ഉള്ളതെല്ലാം തീർത്ത് കളയുന്നവരെയും ദൈവത്തിന് ഇഷ്ടമില്ല. ഉള്ളതിനെ ജ്ഞാനത്തോടെ പരിപാലിച്ച് അതിൽ നിങ്ങൾ വളർന്നു വരണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഇതിനാണ് ഹല്ലേലൂയ പറയേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട്, ഉള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, ഉള്ള ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് അതിനെ ജ്ഞാനത്തോടുകൂടെ കൈകാര്യം ചെയ്താൽ വളർച്ചയുണ്ടാകും, ഡെവലപ്മെന്റ് ഉണ്ടാകും. 20,000 രൂപയുടെ ശമ്പളത്തിൻ്റെ ആള് 30,000 രൂപയ്ക്ക് ആഹാരം കഴിക്കരുത്. 10,000 രൂപയുടെ ശമ്പളത്തിൻ്റെ ആള് 12,000 രൂപയ്ക്ക് ആഹാരം കഴിക്കരുത്. നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച്, വരുമാനത്തിനനുസരിച്ച് നിങ്ങൾ ഫണ്ട് അലോക്കേഷൻ ചെയ്യണം, ഒരു ബജറ്റ് പ്ലാൻ ചെയ്യണം.
ദൈവപുത്രന്മാർക്ക് അങ്ങനെ ഒരു വിസ്ഡം ഓപ്പറേറ്റ് ആകണം. ഹല്ലേലൂയ. ഞാൻ എ സിയിലേ ഇരിക്കുള്ളൂ എന്ന് പിടിവാശി കാണിക്കേണ്ട. ഞാൻ എ സിയിലും ഇരിക്കും, എ സി ഇല്ലെങ്കിലും ഇരിക്കും. ഞാൻ ഹോട്ടലിലും കിടന്നുറങ്ങാൻ എനിക്കറിയാം, എനിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലും കിടന്നുറങ്ങാൻ അറിയാം എന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ദൈവപുത്രന്മാർക്കുണ്ടാകണം. ഞാൻ ഓട്ടോ ഉണ്ടെങ്കിലേ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പോവുള്ളൂ, ഇല്ല ഞാൻ നടന്നായാലും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പോകും എന്നൊരു തീരുമാനം ഉണ്ടാകണം. കരഞ്ഞു നടക്കരുത്, സ്തുതിച്ചുകൊണ്ട് നടക്കണം. ഹല്ലേലൂയ. അയ്യോ ഓട്ടോയ്ക്ക് പൈസയില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ച് കരഞ്ഞ് മാനസികമായിട്ട് തകർന്ന് നടക്കരുത്. അങ്ങനെയല്ല. കർത്താവേ, കാലുകൾക്ക് നടക്കുവാൻ ആരോഗ്യം തന്നതിനായി സ്തോത്രം, കാലുകൾക്ക് നടക്കുവാൻ ബലം തന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് നടക്കണം. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കുക, അത് നിങ്ങൾക്ക് ആശീർവാദമായിരിക്കും. നിങ്ങളുടെ ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളെ മിസ്യൂസ് ചെയ്യരുത്. അല്പത്തിൽ വിശ്വസ്തനെ ഞാൻ അധികത്തിൽ വിചാരകനാകും. വിശ്വാസികളെന്ന് പറഞ്ഞ് വിശ്വാസത്തെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. വിശ്വാസികളായാലും ശരി, ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ചെയ്യുക. കർത്താവ് തരുമ്പോൾ തരുന്നതിനനുസരിച്ച് ജീവിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെ വളർത്തുവാൻ, വിശാലമാക്കുവാൻ കഴിയും. നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവികമായ ആശീർവാദം നിങ്ങളെ വിശാലമാക്കുവാൻ ധാരാളമായി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. 1 താലന്ത് തന്നു, വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കുക. 2 താലന്ത് തന്നു, വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കുക. 5 താലന്ത് തന്നു, വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കുക. നിങ്ങൾ എല്ലാ ഏരിയാസിലും ഡെവലപ്പ് ആകണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ദൈവപുത്രന്മാർ ആരോഗ്യത്തിലും ധനത്തിലും സമ്പത്തിലും വരുമാനത്തിലും റിലേഷൻഷിപ്പിലും ആക്ടിവിറ്റീസിലും എല്ലാറ്റിലും ദൈവത്തിൻ്റെ മക്കൾ ബ്ലെസ്സഡായി വളർന്ന് വിശാലമായി വരണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തൊരു കാര്യം ഇനി ദൈവമക്കൾ അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം. 1 കൊരിന്ത്യർ 6:18 1 കൊരിന്ത്യർ 6:18 ഫസ്റ്റ് കൊരിന്ത്യൻസ്. ദുർനടപ്പ് വിട്ടോടുവിൻ. തമിഴിൽ വേശ്യത്തനത്തിற்கு വിലകി ഓടുங்கள். ലോക മക്കൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റില്ല. കാണുന്നവരോടെല്ലാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി, കാണുന്നവരോടെല്ലാം അതിർവിട്ട ബന്ധങ്ങൾ ഉണ്ടാക്കി ഈ ലെവലിൽ ദൈവമക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല. ലോക മക്കൾക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല, അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. എന്നാൽ ദൈവം തൻ്റെ മക്കൾക്ക് ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ദൈവ പൈതലായി ജീവിക്കണമോ, ലോകത്തെ വിട്ടോട്, പാപത്തെ വിട്ടോട്. ഇംഗ്ലീഷ് വചനത്തിൽ പറയുന്നു ഫ്ലീ ഫ്രം സെക്ഷുവൽ ഇമ്മൊറാലിറ്റി എന്നാണ് ആ വചനം ഉപയോഗിച്ചിരിക്കുന്നത്. ലൈംഗിക ദുർനടപ്പിനെ വിട്ട് ഓടുവിൻ എന്ന് പറയുന്നു. ലോകമക്കൾ ലൈംഗിക ദുർനടപ്പിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ സെക്ഷുവൽ പ്യൂരിറ്റിയിൽ, ലൈംഗികമായിട്ടുള്ള മൊറാലിറ്റിയിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ മത്തായി 5:28 ഇതിനോട് സാമ്യമായിട്ടുള്ള ഒരു വചനം. ദൈവമക്കളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ലോകമക്കളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് അവിടെ കാണാം. നോക്കിയേ, കർത്താവ് പഠിപ്പിരിങ്ങനെയാണ്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഓക്കെ, പുരുഷന്മാരെ ലക്ഷ്യം വെച്ചിട്ടാണ് പറയുന്നത്. സ്ത്രീയെ നോക്കുമ്പോൾ നോട്ടത്തിലാണ് അവർ സെക്ഷുവലി അറോസ്ഡ് ആകുന്നത്. എന്നാൽ അങ്ങനെ ഒരു കാര്യം ദൈവപുത്രന്മാരായ നിങ്ങളിൽ സംഭവിക്കുവാൻ പാടില്ല. നോട്ടത്തിൽ നിങ്ങൾ ലെസ്റ്റ്ഫുള്ളി, മോഹത്തോടുകൂടെ, ലൈംഗിക താല്പര്യത്തോടുകൂടെ നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങൾ നോക്കുവാൻ പാടില്ല. നിങ്ങളുടെ നോട്ടത്തിൽ ഒരു സാഹോദര്യം, ഒരു സ്നേഹം, ഒരു വിശുദ്ധി ഉണ്ടാകണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ലൈംഗിക ദുർനടപ്പിൽ നിങ്ങളുടെ നോട്ടത്തിൽ അതുണ്ടെങ്കിൽ, നിങ്ങളുടെ സംസാരത്തിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നോട്ടത്തിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തോട്ട്സിൽ, ചിന്തയിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ടെങ്കിൽ, യു കനോട്ട് ബി എ സൺ ഓഫ് ഗോഡ്. നിനക്കൊരു ദൈവപുത്രനായിരിക്കുവാൻ കഴിയുകയില്ല. ദൈവപുത്രനായിരിക്കണമോ, ഒരു സെക്ഷൽ പ്യൂരിറ്റി നിന്റെ ഹൃദയത്തിൽ, നിന്റെ ചിന്തകളിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ സംസാരത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്താലേ വ്യഭിചാരം ചെയ്തു എന്ന് പറയുള്ളൂ. പുതിയ നിയമത്തിൽ കർത്താവ് പറയുകയാണ്, മോഹിക്കേണ്ടതിന് നോക്കിയാൽ പോലും വ്യഭിചാരം ചെയ്തു പോയി. യുവതലമുറകൾ ഇന്നുള്ള പുതിയ ടെക്നോളജീസിന്റെ ബേസിസിൽ ധാരാളം വീഡിയോസ്, പോൺ വീഡിയോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
അതിനെ ആസ്വദിച്ച് അതിനെ എൻജോയ് ചെയ്ത് അതിൻ്റെ അഡിക്ഷനിലോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുക, നീ ഒരു പ്യുവർ വേർഡ്ലി ചൈൽഡാണ്. നീ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ലോക പൈതലാണ്. ലോകത്തിൻ്റെ മകനാണ്, ലോകത്തിൻ്റെ മകളാണ്. ദൈവത്തിൻ്റെ പൈതൽ അങ്ങനെ ഇരിക്കുവാൻ പാടില്ല. അഡിക്ഷനിൽ, അങ്ങനെയുള്ള എൻജോയ്മെന്റ്സിൽ ദൈവത്തിൻ്റെ മക്കൾ ഇരിക്കുവാൻ പാടില്ല. അവരുടെ ജീവിതത്തിൽ, അവരുടെ നോട്ടത്തിൽ, അവരുടെ ചിന്തയിൽ ഈ മേഖലയിൽ ഒരു വിശുദ്ധി വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം പറയില്ലേ ശക്തിയോടെ? ഹല്ലേലൂയ. റെഡിയാണോ? യെസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ദൈവമക്കൾ വിശുദ്ധിയിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ക്ലാരിറ്റി എല്ലാ ഏരിയസിലും തരുന്നുണ്ട്. ചിന്തയിൽ പോലും ഒരു മോഹത്തോടുകൂടെ, ഒരു സെക്ഷൽ ഡിസയറോടുകൂടെ ഒരു നോട്ടം നോക്കിയാൽ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ പാപം ചെയ്തു, ദൈവത്തിൽ നിന്നും പ്രാപിച്ച ആ സ്വരൂപം, ആ തേജസ്, ആ സാന്നിധ്യം നിന്നെ വിട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപുത്രനായിരിക്കണമോ? ഫ്ലീ ഫ്രം സെക്ഷൽ ഇമ്മോറാലിറ്റി. ലൈംഗിക ദുർനടപ്പിനെ വിട്ടോടുവേൻ, ദുർനടപ്പിനെ വിട്ടോടുവേൻ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവപുത്രനായി ദൈവമക്കൾ എഴുന്നേൽക്കണം. ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അങ്ങനെ തന്നെ കാണണം. എല്ലാവരെയും എന്തായിട്ട് കാണണം? സഹോദരി സഹോദരന്മാരായിട്ട് കാണണം. അല്ലെ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ചില സിസ്റ്റേഴ്സ് ഇരിക്കുന്നത് ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്നാണോ? മലയാളത്തിൽ എന്താ? എല്ലാ ഇന്ത്യക്കാരും പറഞ്ഞ, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അപ്പൊ ചിലരുടെ ബുദ്ധിയിൽ ഇങ്ങനെ പറയും, എന്നാ ഇന്ത്യക്കാരെ ഞാൻ വിട്ടേക്കാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞേ, ഇന്ത്യക്കാരെ മാത്രമായിട്ട് നിങ്ങൾ വിടണ്ട, നമുക്ക് ഓൾ ഓവർ ദ വേൾഡിലേക്ക് പോകാം. ഭൂമിയിലുള്ള എല്ലാവരും, ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെയുള്ള എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഒരു വിശുദ്ധി ഉണ്ടാകട്ടെ. ദൈവപുത്രൻ ലോകമകനല്ല. ലോകമകന്റെ ചിന്തയല്ല ദൈവപുത്രന്റെ ചിന്ത. ലോകമകന്റെ ആഗ്രഹമല്ല ദൈവപുത്രന്റെ ആഗ്രഹം. ലോകമകന്റെ ടെൻഡൻസി അല്ല ദൈവപുത്രന്റെ ടെൻഡൻസി. ഞാൻ ആദ്യം ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു, ആഹാരത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചും പറഞ്ഞു, ചെലവഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു ഇമോഷണൽ ഏരിയാസിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഈ ഏരിയയിലും ഒരു വിശുദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ. ഇനി മറ്റൊരു വചനത്തിലേക്ക് വരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:18. എനിക്കൊരു 5 മിനിറ്റ് കൂടെ തന്നാൽ മതി, ഞാൻ അത് പൂർത്തീകരിക്കാം. എഫേസ്യർ 5:18. വായിച്ചേ. ഓക്കെ, ശ്രദ്ധിക്കേ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. എന്താകരുത്? തിമോഥെയോസിനോട് കർത്താവ് പറഞ്ഞു, വയറിന്റെ ജീർണത നിമിത്തം അല്പം വീഞ്ഞു സേവിച്ചു കൊള്ളുക. എന്നാൽ എന്ത് ചെയ്യരുത്? കിക്കാകരുത്, മത്ത് പിടിക്കരുത്. വീഞ്ഞു കുടിച്ചു, ആ ലെവലിൽ വീഞ്ഞു കുടിക്കരുത്, ആ ലെവലിൽ മദ്യം കുടിക്കരുത്. പകരം മെഡിസിനൽ യൂസ്, നോ പ്രോബ്ലം. പക്ഷെ മത്ത് പിടിക്കാനുള്ള ഒന്നും കുടിക്കരുത്, ബോധം പോകാനുള്ള ഒന്നും കുടിക്കരുത്. വചനം എന്ത് പറയുന്നു? അതിനാൽ എന്ത് സംഭവിക്കുന്നു? ദുർനടപ്പുണ്ടാകുന്നു. എന്ത് സംഭവിക്കുന്നു? ലോകമക്കളുടെ പ്രവർത്തനങ്ങൾ ദുർനടപ്പിനെ കൊണ്ടുവരും. ദൈവപുത്രൻ ദുർനടപ്പ് വരാതിരിക്കുവാനുള്ള സ്റ്റെപ്സ് എടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യത്തോട് സ്നേഹമുള്ളവർ, പാത്തും പതുങ്ങിയും രഹസ്യമായും മദ്യം കുടിക്കുന്നവർ മാനസാന്തരപ്പെടുക. ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ പണിഷ്മെന്റ്സ് നിങ്ങളുടെ മേൽ വരും. ഓക്കെ? മദ്യം, അതിനോട് ഒരു സെപ്പറേഷൻ ഉണ്ടാകട്ടെ. ഞാൻ മദ്യം കുടിക്കുന്നത് ആരും അറിയുന്നില്ല, ഞാൻ മദ്യപിക്കുന്നത് ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞ് രഹസ്യത്തിൽ നിങ്ങൾ അത് എൻജോയ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഹെൽത്തിൽ നിന്നും മാറിപ്പോവുകയാണ്. നിങ്ങളുടെ ശരീരം രോഗത്തിലേക്ക് വഴുതി വീഴുവാണ്ടൊക്കെ വേണം അതൊരു കാരണമായി പോയേക്കാം. ദുർനടപ്പിന് നീ ഇടം കൊടുത്താൽ, നീ കാരണം കർത്താവിൻ്റെ സാക്ഷ്യത്തിന് പോറൽ വന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി നിന്റെ മേൽ വരും. നീ ഒരു ദൈവപുത്രനായി വെളിപ്പെടണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ.
അടുത്ത സദൃശ്യവാക്യം 19:15 മടിയെക്കുറിച്ചാണ്. സദൃശ്യവാക്യം പ്രോവർബ്സ് 19:15 19:15. ഒരു ദൈവ പൈതൽ മടിയനാകുവാൻ പാടില്ല, ഒരു ദൈവപുത്രൻ മടിയനാകുവാൻ പാടില്ല, അവൻ ഉത്സാഹിയായിരിക്കണം. അതെ, മടിയെക്കുറിച്ച് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് പട്ടിണിയെ കൊണ്ടുവരും, അവൻ ഉറക്കപ്രിയനായിരിക്കും. മടിയനായിരിക്കരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മടി നമ്മെ നശിപ്പിക്കും. ഇനി മറ്റൊരു വചനം ലൂക്കോസ് 12:15 ആർത്തിയെക്കുറിച്ച്. ചില ആളുകൾക്ക് എത്ര കിട്ടിയാലും മതി വരില്ല, എത്ര പണം കിട്ടിയാലും തൃപ്തി വരില്ല, എത്ര സ്വത്ത് കിട്ടിയാലും മതി വരില്ല, എന്തൊക്കെ കിട്ടിയാലും മതി വരില്ല. ഇനിയും വസ്തുവകകൾ, പണം, സമ്പത്ത്, പദവി വേണം 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 വേണമെന്ന് ദൈവത്തെക്കാൾ അധികം അതിനെ തന്നെ സ്നേഹിക്കും, ദൈവത്തെക്കാൾ അധികം അതിനു വേണ്ടി ചത്തു കിടന്ന് അധ്വാനിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വചനമാണ് കർത്താവ് പറയുന്നത്. സമ്പത്ത് ദൈവത്തിനെതിരല്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു എന്ന് വചനം പറയുന്നു. പക്ഷേ സമ്പത്തിനോട് ദൈവത്തെക്കാൾ കവിഞ്ഞൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ദ്രവ്യാഗ്രഹമുണ്ടെങ്കിൽ, പണമോഹം വന്നാൽ, പണം വേണം, നീതിയോടുകൂടെ ഉപയോഗിച്ചാൽ അത് ബ്ലെസ്സിങ് ആണ്. പണം അത് ആർത്തിയോടുകൂടെ ടെൻഡൻസി മുഴുവനും പണത്തിൽ തന്നെ ആയിരുന്നാൽ, ശ്രദ്ധ മുഴുവനും പണത്തിൽ തന്നെ ആയിരുന്നാൽ, ഫുൾ മനസ്സും പണത്തെക്കുറിച്ച് തന്നെ ചിന്തയിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അത് പാപമാണ്. ലോകത്തിൻ്റെ മനുഷ്യൻ അങ്ങനെ ഇരുന്നേക്കാം, പക്ഷേ ദൈവത്തിൻ്റെ മനുഷ്യൻ അവൻ്റെ ടെൻഡൻസി മുഴുവനും, അവൻ്റെ ശ്രദ്ധ മുഴുവനും കർത്താവിൽ തന്നെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് എടുത്തു പറഞ്ഞേ, ദ്രവ്യാഗ്രഹം വേണ്ട, പണമോഹം വേണ്ട, ആർത്തി വേണ്ട, സ്നേഹത്തിൽ നിറഞ്ഞിരിക്കാം. ശരി, ഇത് പറഞ്ഞതിന് വേണ്ടി പണമേ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. എന്ത് വേണ്ട? പണത്തോടുള്ള സ്നേഹം വേണ്ട എന്നാ പറഞ്ഞത്. പണത്തെ സ്നേഹിക്കുന്നതിനേക്കാളും കർത്താവിനെ സ്നേഹിക്കണം. പണത്തെ സ്നേഹിക്കുന്നതിനേക്കാളും യേശുവിനെ സ്നേഹിക്കണം. പണത്തെ സ്നേഹിക്കുന്നതിനേക്കാളും ആരാധനകളെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇന്ന് ചില ബ്രദേഴ്സിനൊക്കെ ഒരുപക്ഷെ ഇന്ന് കൂടെ ലീവ് എടുത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ ശമ്പളം കിട്ടിയേക്കും, പൈസ കിട്ടിയേക്കും. പക്ഷേ ദൈവത്തെ ആരാധിക്കുവാൻ സമയങ്ങൾ മാറ്റിവെച്ച് അതിനെ ത്യാഗം ചെയ്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നുവെങ്കിൽ അത് മഹത്വമുള്ള കാര്യം തന്നെയാണ്. വചനം പറയുന്നു, 6 ദിവസം അധ്വാനിച്ചതിൻ്റെ വേല ഒക്കെയും ചെയ്യുക, ഒരു ദിവസം 7-ാം നാൾ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ ഒരു സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നൊരു അർത്ഥത്തെ കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഫുൾ ടൈം അധ്വാനിക്കുവാനല്ല, ചില സമയങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ജനം മാറ്റിവെക്കുക തന്നെ വേണം. ഹല്ലേലൂയ. ശരി, എഫേസ്യർ 4:28 എഫേസ്യൻസ് 4:28 എഫേസ്യർ 4:28 മോഷ്ടിക്കുന്നവരെ കുറിച്ച് ചില ആളുകൾക്ക് മോഷ്ടിക്കാൻ ഭയങ്കര ടെൻഡൻസിയാണ്. എങ്ങനെയെങ്കിലും ഒരു സാധനം തട്ടിയെടുക്കാൻ പറ്റിയാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആണ്. മോഷണത്തോട് സ്നേഹമുണ്ടെങ്കിൽ സാത്താന് നിന്റെ മേൽ ഇടമുണ്ടെന്നർത്ഥം. ഒരു സാധനം എങ്ങനെയെങ്കിലും അറിയാതെ നമ്മുടെ കയ്യിൽ, വേറൊരാളുടെ സാധനം കയ്യിൽ വന്നുവെങ്കിൽ അവൻ അറിഞ്ഞില്ല, എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ചോദിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ വെച്ചേക്കാം എന്നിരിക്കരുത്, അതിനെ തിരിച്ചു കൊടുക്കണം. എനിക്കൊരു പവൻ മാല കളഞ്ഞു കിട്ടി. ഓക്കെ, എൻ്റെ കൈ കിട്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞു. മാല കളഞ്ഞു കിട്ടി. ദൈവം എനിക്ക് തന്നു. ദൈവമേ, ഈ ദാനത്തിനായി സ്തോത്രം വന്ന് സ്തോത്രം പറഞ്ഞെടുത്ത് പോക്കറ്റിൽ വെക്കാനല്ല, ചോദിച്ചു നോക്കണം. ആർക്കെങ്കിലും, ആർക്കാണ് അത് കളഞ്ഞിട്ടുള്ളത്, ആർക്കാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അത് ഒബ്സർവ് ചെയ്ത് അത് തിരിച്ചു കൊടുക്കണം. ആമേൻ. നിങ്ങൾ ആമേൻ പറയില്ല. ഈ പാസ്റ്റർ എന്താ ദൈവം തന്ന ഗിഫ്റ്റിനെ തട്ടിക്കളയുന്ന രീതിയിലല്ലേ സംസാരിക്കുക? അങ്ങനെ വിചാരിക്കരുത്. അത് ദൈവം തന്ന ഗിഫ്റ്റല്ല, അത് സാത്താൻ തന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു കെണിയാണ്. ഇവിടെയൊക്കെയാണ് പരീക്ഷ ചെയ്യേണ്ടത്. എത്ര രൂപ കിട്ടിയാലും ശരി, എത്ര പണം കിട്ടിയാലും ശരി, എന്ത് സമ്പത്ത് കിട്ടിയാലും ശരി, അർഹിക്കാത്തത് നീ വെച്ചുകൊണ്ടിരിക്കരുത്, ന്യായമായി കിട്ടാത്തത് നീ വെച്ചുകൊണ്ടിരിക്കരുത്, ന്യായമല്ലാത്തത്, അർഹിക്കാത്തത് ഡിസ്പോസ് ചെയ്തേക്കണം. ഹല്ലേലൂയ. ഓക്കെ, അടുത്ത 1 തിമോഥെയോസ് 6:10 അവിടെയും ആ ദ്രവ്യാഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. 1 തിമോഥെയോസ് 6:10 ദ്രവ്യാഗ്രഹം, எல்லா தீமைக்கும் வேறா இருக்கிறது. Love of money is the root cause of all evils.
ദ്രവ്യാഗ്രഹം എല്ലാ തിന്മയ്ക്കും വേരായിരിക്കുന്നു. പണത്തോട് അതിയായ സ്നേഹമുണ്ടോ? പണസ്നേഹം വേണ്ട. ഒരു സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്നലെ ഞാൻ എൻ്റെ കടയിൽ ബിസിനസ് കുറവാണ്. സിസ്റ്റർ എന്നോട് പറയും, ഞാൻ ആരാധനയ്ക്ക് വരാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ധാരാളം ബിസിനസ് വരും, പിന്നെ ഞാൻ അവിടെ നിന്ന് ബിസിനസ് ചെയ്യും, പിന്നെ എല്ലാ ബിസിനസ്സും ചെയ്ത് തീർത്തിട്ട് ഞാൻ കടയിൽ വരും. ഞാൻ പറയും, ആരാധന സമയം ബിസിനസ് എല്ലാം മാറ്റി വെച്ചിട്ട് വന്ന് ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ സിസ്റ്റർ പറയും, ഞായറാഴ്ചയാണ് ബിസിനസ് ഭയങ്കര കൂടുതൽ നടക്കുന്നത്, അത് ആ സമയം നമ്മൾ നിന്നാലേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇന്നലെ പറയുകയാണ്, ഇപ്പോൾ ബിസിനസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രാർത്ഥിക്കണം, നല്ല ബിസിനസ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കറക്റ്റ് സമയത്തിന് വന്ന് ആരാധിക്കാനുള്ള തീരുമാനം ഉണ്ടായാൽ ബാക്കി സമയത്ത് ബിസിനസ് നടക്കും. ഇപ്പോൾ ആ സിസ്റ്ററിൻ്റെ അവസ്ഥ എന്താണ്? ആരാധിക്കാൻ വരാൻ നിൽക്കുമ്പോൾ മാത്രം ബിസിനസ് നടക്കും, ബാക്കി സമയത്ത് ബിസിനസ് ഇല്ല. ഓക്കെ, ആരാധിക്കേണ്ട സമയം ആരാധിച്ചാൽ ബാക്കി സമയത്ത് കൂടെ ദൈവം ബിസിനസ്സിനെ തരും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ദൈവത്തിനുള്ള സമയം ദൈവത്തിൽ നിന്ന് മാറ്റിവെക്ക്. ആ സമയം കിട്ടുന്ന പൈസ വേണ്ടെന്ന് വെക്ക്, ആ സമയം കിട്ടുന്ന നന്മകൾ വേണ്ടെന്ന് വെക്ക്. അതിനുള്ളൊരു സമർപ്പണവും തീരുമാനവും ഉണ്ടെങ്കിൽ ബ്ലെസ്സിങ് ഉണ്ടാകും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. മാനിക്ക്. ജീവിതത്തിൽ കർത്താവിനെ മാനിക്ക്, തൊഴിലിൽ കർത്താവിനെ മാനിക്ക്, വിദ്യാഭ്യാസത്തിൽ കർത്താവിനെ മാനിക്ക്, സമയത്തിൽ കർത്താവിനെ മാനിക്ക്, ശരീരത്തിൽ ആരോഗ്യത്തിൽ ദൈവത്തെ മാനിക്ക്. കർത്താവിനെ മാനിക്ക്. ദൈവപുത്രൻ ദൈവത്തെ മാനിക്കും. അവൻ ഒരിക്കലും തൊഴിലിൻ്റെ അടിയിൽ പോകില്ല. കർത്താവിനെ കഴിഞ്ഞിട്ടേ അവന് തൊഴിലുണ്ടാവുകയുള്ളൂ. അവനൊരിക്കലും പഠിത്തത്തിൻ്റെ അടിയിൽ പോകില്ല. കർത്താവ് കഴിഞ്ഞിട്ടേ അവൻ പഠിത്തമുണ്ടാവുകയുള്ളൂ. അവൻ ഒരിക്കലും ഒന്നിൻ്റെയും പണത്തിൻ്റെ അടിമയായി പോകില്ല. ഒന്നാം സ്ഥാനം യേശുവിന്, ഒന്നാം സ്ഥാനം കർത്താവിന്. ആദ്യം കർത്താവ്, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എന്ന് ദൈവത്തിൻ്റെ പുത്രൻ തീരുമാനിക്കും. നിങ്ങൾ ദൈവപുത്രനായി വെളിപ്പെടണമെങ്കിൽ ഈ ഏരിയാസിൽ എല്ലാത്തിലും ഒരു അച്ചടക്കം ഉണ്ടാകണം. പണമോഹം വേണ്ട. പണം സമ്പാദിക്കാം, പക്ഷേ അതിനോടുള്ള ആർത്തി വേണ്ട. പണം വർദ്ധിക്കണം. അബ്രഹാമിന് അതിസമ്പന്നനായിരുന്നു, ഇസ്ഹാക്ക് അതിസമ്പന്നനായിരുന്നു, യാക്കോബ് അതിസമ്പന്നനായിരുന്നു. സമ്പത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. പക്ഷേ പണത്തിൻ്റെ അടിമയാകരുത്, പണത്തിൻ്റെ ദാസനാകരുത്. പണം വേണം, പക്ഷേ പണം നിന്റെ അടിമയായിരിക്കണം. നീ തീരുമാനിക്കുന്നതനുസരിച്ച് പണം പ്രയോജനപ്പെടണം. പണം നിന്നെ വലിച്ചു കൊണ്ടുപോകരുത്, നീ പണത്തെ വലിച്ചു കൊണ്ടുവരണം. ഹല്ലേലൂയ. അടുത്ത കേൾപ്പിച്ച് പറഞ്ഞേ, പണം നിങ്ങളെ വലിച്ചു കൊണ്ട് പോകരുത്. മതി. ഓക്കെ, പണം നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. കർത്താവിൻ്റെ വചനം നിങ്ങളെ ആകർഷിക്കട്ടെ. ഒരു വചനം കൂടെ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. സദൃശവാക്യം 16:8, പ്രോവർബ്സ് 16:18. പ്രോവർബ്സ് 16:18. ഇതിൻ്റെ തുടർന്നുള്ള വചനം അടുത്ത ആഴ്ച നമുക്ക് ധ്യാനിക്കാം. വായിച്ചേ. സദൃശവാക്യം 16:8, പ്രോവർബ്സ് 16:18. அழிவுக்கு முன்னானது அகந்தை, விழுதலுக்கு முன்னானது மனமேட்டுமே. ശരി, എന്തെല്ലാം കിട്ടിയാലും, എന്തെല്ലാം നന്മകൾ കിട്ടിയാലും, പദവികൾ കിട്ടിയാലും, ഏതൊക്കെ സിറ്റുവേഷൻ ആയിരുന്നാലും ഒരു ദൈവ പൈതൽ അഹങ്കരിക്കുവാൻ പാടില്ല. പണത്തിൽ അഹങ്കരിക്കരുത്, വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കരുത്, സൗന്ദര്യത്തിൽ അഹങ്കരിക്കരുത്, ആരോഗ്യത്തിൽ അഹങ്കരിക്കരുത്, സൗകര്യങ്ങളിൽ അഹങ്കരിക്കരുത്. ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യത്തിലും അഹങ്കരിക്കരുത്. വചനം പറയുന്നു, നാശത്തിന് മുന്നേ ഗർവം. അഹങ്കാരം ഉണ്ടാവണമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അടിയിടാൻ പോകുന്നുണ്ട്, അടി കിട്ടാൻ പോകുന്നുണ്ട്, തകർച്ച വരുവാൻ പോകുന്നുണ്ട്. ഒരു രാജ്യം ഗർവത്തോടുകൂടെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അപ്പോഴേ കണക്ക് കൂട്ടിക്കൊള്ളുക, ആ രാജ്യം വീഴാൻ പോവുകയാണ്. എന്തുകൊണ്ട് ആ രാജ്യം വീഴാൻ പോകുന്നു? ദൈവപുത്രന്മാർ ഭൂമിയിലുണ്ട്, ദൈവസഭ ഭൂമിയിലുണ്ട്. അഹങ്കാരത്തോടുകൂടെ സംസാരിക്കുവാൻ ദൈവം അപ്പോൾ ആരെയും സമ്മതിക്കില്ല. അഹങ്കാരത്തോടെ എഴുന്നേൽക്കുന്ന രാജ്യങ്ങളെ കർത്താവ് തകർക്കും. അഹങ്കാരത്തോടെ എഴുന്നേൽക്കുന്ന സ്ഥാപനങ്ങളെ കർത്താവ് തകർക്കും. അഹങ്കാരത്തോടെ എഴുന്നേൽക്കുന്ന വ്യക്തികൾ താഴെ വീഴും. സമയമായോ? ഹല്ലേലൂയ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ വേഗം അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഈ നാളുകൾ നിങ്ങളത് കാണാൻ പോകുന്നു. അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ഭരണങ്ങൾ താഴെ വീഴും, രാജ്യങ്ങൾ താഴെ വീഴും. അഹങ്കാരത്തോടെ സംസാരിക്കുന്ന, വമ്പ് പറയുന്ന സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ താഴെ വീഴും, തകർന്നു പോകും, ഒന്നുമല്ലാതെ പോവും. വമ്പ് പറയുന്ന വ്യക്തികൾ താഴെ വീഴും. ദൈവമക്കൾക്കുണ്ടാകേണ്ടത് താഴ്മ, സ്നേഹം. എന്ത് കിട്ടിയാലും താഴ്മ നഷ്ടപ്പെടരുത്. എന്ത് കിട്ടിയാലും ഉന്നത ഭാവം വേണ്ട, ഞാനെന്നുള്ള ഭാവം വേണ്ട, സ്വയം ഉയർത്തുന്ന ഒരു സ്വഭാവവും വേണ്ട. യേശുവിനെ ഉയർത്ത്, കർത്താവിന് മഹത്വത്തെ കൊടുക്ക്.
എല്ലാ സിറ്റുവേഷനിലും എല്ലാത്തിലും ദൈവത്തിന് മഹത്വത്തെ കൊടുക്കുക. ഹല്ലേലൂയ. ഒരു ദൈവപുത്രൻ അവിടെ വെളിപ്പെടട്ടെ. എന്തു കിട്ടിയാലും ഹൃദയം അഹങ്കരിക്കില്ല.